നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കടന്നു വന്ന സമയം മുതൽ ഗൗരവമായ ആത്മീയ വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നാം പതിവായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ താൽക്കാലികമായി അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നത്. ഇതുവരെ പറഞ്ഞ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മളൊരു സ്പെഷ്യൽ മീറ്റിങ്ങിൽ ആ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കും. കാരണം കഴിഞ്ഞ രാത്രിയിൽ അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് ഇറാനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഇറാൻ്റെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ബേസുകൾ ഫോർദോയിലും അതുപോലെ നദാൻസ്, ഇസ്ഫഹാൻ എന്നൊക്കെ പറയുന്ന ആ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെ അറ്റാക്ക് നടന്നിരിക്കുന്നു. പിന്നെ അനുബന്ധമായ കാര്യങ്ങളൊക്കെ പലതുകൊണ്ട് ഞാൻ ന്യൂസ് മുഴുവൻ കേട്ടിട്ടില്ല, സമയക്കുറവുള്ളതുകൊണ്ട്. ഇന്ന് സൺഡേ ആണല്ലോ, നമുക്ക് ആരാധനയുണ്ട്, മീറ്റിങ്ങുകളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും കേൾക്കാൻ അധികം പറ്റിയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഇസ്രായേലും ഇറാനും ഒക്കെയായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതിൻ്റെ സ്പിരിച്വൽ വശങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അടുത്ത ദിവസങ്ങളിൽ അതിലേക്ക് കടന്നു പോകാമെന്ന് ചിന്തിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നടന്ന ഒരു വൈറലായിട്ടുള്ളൊരു കാര്യവുമായി ബന്ധപ്പെടുത്തിയ ഒരു മെസ്സേജാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ മലയാളക്കരയിൽ പ്രസിദ്ധരായ ചില ശുശ്രൂഷകരെന്ന് അറിയപ്പെടുന്നവർ ഒരു പഴയ പാട്ട് പാടിയിട്ട് ആ പാട്ടിനൊപ്പിച്ച് അവർ എന്തൊക്കെയോ കാര്യങ്ങളെ കാണിച്ചു, അതിന് ഡാൻസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് സമൂഹത്തിൽ വിവിധങ്ങളായ നിലയിലുള്ള പ്രതികരണങ്ങൾ ഉളവാക്കി. പലരും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ രംഗത്ത് വന്നു. അനുകൂലിച്ച ആളുകൾ ഏറിയ പങ്കും പറഞ്ഞു വന്ന കാര്യമെന്ന് പറയുന്നത് അത് നിശ്ചയമായും ആവശ്യമായ കാര്യമാണ്. അത് ഏത് പ്രായത്തിലും ഡാൻസ് കളിക്കാം. 84 വയസ്സിലൊക്കെ ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേക കൃപയും വരദാനങ്ങളൊക്കെ ലഭിച്ചെങ്കിലേ ഒക്കുള്ളൂ. അപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭയങ്കരമായ കവിഞ്ഞൊഴുക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ പുള്ളി ഡാൻസ് കളിച്ചതെന്നുള്ളതാണ് അത്തരക്കാർ പറയുന്നത്. മറ്റൊരു കൂട്ടർ പറയുന്നത് ദാവീദ് നൃത്തം ചെയ്ത് ആരാധിച്ചല്ലോ, അപ്പോൾ ദാവീദിനെ നൃത്തം ചെയ്യാമെങ്കിൽ അതുപോലെ മറ്റു പലരും നൃത്തം ചെയ്തു, അതൊക്കെ വെച്ചിട്ട് ഒരു പുതിയ നിയമ ഭക്തൻ അവൻ എത്രമാത്രം നൃത്തം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ മറ്റു കുറച്ച് പേര് പറഞ്ഞു വരുന്നത് 149 സങ്കീർത്തനം 150 സങ്കീർത്തനത്തിൽ ഈ കാര്യം കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നമുക്ക് നൃത്തം ചെയ്തുകൂടാ? അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ മുമ്പിൽ വന്നു, വിവിധങ്ങളായ വിഷയങ്ങൾ. അപ്പോൾ അതിനൊരു മറുപടി എന്നോണം, അതായത് നമ്മുടെ സമൂഹത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് പ്രയോജനപ്പെടണം, നമ്മുടെ സഹോദരങ്ങൾക്കും പ്രയോജനപ്പെടണം എന്ന ഉദ്ദേശത്തിൽ നമ്മളതിനെ തുടക്ക സമയം മുതൽ അതിൻ്റെ ഒരു പശ്ചാത്തലം വെച്ച് ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരികയായിരുന്നു. തുടക്ക സമയത്ത് ആ ഉദ്ദേശിയുമായി ബന്ധപ്പെട്ട് ഡാൻസ് കളിച്ച ഉദ്ദേശിയെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എൻ്റെ അറിവിലും പരിചയത്തിലുമുള്ള കാര്യങ്ങളുടെ ഒരു ചെറിയ ഒരു വിവരണം തന്നു. ചെറിയ വിവരണം ഞാൻ പറഞ്ഞു, മഞ്ഞുമലയുടെ അഗ്രം മാത്രം തുറന്നു വിട്ടു, ബാക്കി അവിടെ കിടക്കട്ടെ. അദ്ദേഹമല്ല നമ്മുടെ ടാർഗറ്റ്. നമുക്ക് അതിൻ്റെ ആത്മീയ വശങ്ങളിലേക്കാണ് കടന്നു പോകേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് കടന്നുപോയി. അതിൽ പ്രധാനമായി ഉയർന്നു വന്ന ആശയമുണ്ടല്ലോ, അതായത് ദാവീദ് നൃത്തം ചെയ്ത് ആരാധിച്ചു എന്ന് പറയുന്ന ആ കാര്യം, അതിലേക്ക് നമ്മൾ കടന്നുപോയി കഴിഞ്ഞപ്പോൾ നിശ്ചയമായി അതിൻ്റെ ഒരു പശ്ചാത്തലം പറയേണ്ട സാഹചര്യം വന്നു. കഴിഞ്ഞ 2 ആഴ്ചയും ഇതിൻ്റെ ആ കോറായിട്ടുള്ള കാര്യത്തിലേക്ക് വരാതെ ആ പശ്ചാത്തലത്തിൽ നിന്ന് പറയേണ്ടി വന്നു. ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ പെട്ടകം പിടിക്കപ്പെട്ട കാര്യം, അതിനെ 1 ശമൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും അതിൻ്റെ പരിസരത്തുള്ള അധ്യായങ്ങളിലൊക്കെ പോയി. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടുകേട്ട് പെട്ടകം ഫെലിസ്ത്യർ കൊണ്ടുപോയതും അവിടുന്ന് മടക്കി കൊണ്ടുവരുന്നതും കുന്നിൻ മുകളിലുള്ള അബീനാദാബിൻ്റെ വീട്ടിലിരിക്കുന്നതും ആ സമയത്ത് സമാഗമന കൂടാരം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നിവാസം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയം അത് ഗിബയിലിരിക്കുന്നതും ഒക്കെയായ കാര്യങ്ങൾ നമ്മൾ കണ്ടു. 2 സ്ഥലത്തിരിക്കുന്നു. അങ്ങനെ പിന്നീട് മുൻപോട്ട് പറഞ്ഞു വന്നപ്പോൾ 2 ശമൂവേൽ 6-ാം അധ്യായത്തിലേക്ക് വന്നു, 1 ദിനവൃത്താന്തം അഥവാ ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 15 വന്നു. ഇവിടങ്ങളിലൊക്കെ കടന്നു വന്ന് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ്? ദാവീദിൻ്റെ നൃത്തവുമായി ബന്ധപ്പെട്ട് ഈ അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടകം കൊണ്ടുവരുവാനായിട്ട് ഉത്സാഹിച്ച കാര്യങ്ങൾ, അങ്ങനെ കൊണ്ടുവരുന്ന വഴിക്കുണ്ടായ അനിഷ്ട സംഭവങ്ങൾ, ഉസ്സയുടെ മരണം, ദാവീദ് അന്ന് ഭയപ്പെട്ടു പോയ കാര്യം, നൃത്തമൊക്കെ അന്ന് നടന്നു. അതിന് നമ്മൾ കൊടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് നൃത്തം നമ്പർ 1. അതായത് ഈ അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടകം കൊണ്ടുവരുമ്പോൾ നാഗോൻ്റെ കളത്തിങ്കൽ വെച്ച് കാള വിരണ്ടു. അതാണ് നൃത്തം നമ്പർ 1. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴത്തേക്ക് നൃത്തം നമ്പർ 2, അതാണ് ടൈറ്റിൽ, നൃത്തം നമ്പർ 2. അതെന്താണ് വിശദീകരിച്ചത്? അതായത് അങ്ങനെ പെട്ടകം വീണ്ടും ഓബേദെദോമിൻ്റെ വീട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ പെട്ടകം യെരുശലേമിലേക്ക് വരുന്ന വഴിയിലെല്ലാം ദാവീദ് പഞ്ഞിനൂല് കൊണ്ടുള്ള ഒരു വസ്ത്രം ധരിച്ച്
അതായത് രാജവസ്ത്രം ഉരിഞ്ഞു വെച്ച് അരയിലൊരു പഞ്ഞിനൂലങ്ങി കൊണ്ടുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ദാവീദ് പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് മുൻപോട്ട് വരുമ്പോൾ ഇതാ മീഖളിൻ്റെ അരമനയുടെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. മീഖൾ കിളിവാതിലൂടെ നോക്കിയാണ്. അതായത് ശൗലിൻ്റെ മകളായ ദാവീദിൻ്റെ ഭാര്യ എന്ന പേരിൽ അറിയപ്പെടുന്ന മീഖൾ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ കുതിച്ച് നൃത്തം ചെയ്തു പോകുന്ന ആ ഒരു കാഴ്ച കാണുകയാണ്. പുള്ളിക്കാരിക്ക് ഹൃദയത്തിൽ തന്നെ അയ്യയ്യേ എന്ന ഒരു ചിന്ത വന്നു. ഇങ്ങനെയൊക്കെയാണോ, ഇങ്ങനെയൊക്കെ വേണോ എന്ന് ചിന്ത വന്നു. അപ്പം നമ്മളതിൻ്റെ ഒരു ശരിയായ പശ്ചാത്തലം കണ്ടു. പശ്ചാത്തലം എന്താ? ഉസ്സ മരിച്ചതും പെട്ടകം ഒബേദെദോമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കേണ്ടി വന്നതും ആകപ്പാടുകൂടി ഉണ്ടായ ആ പ്രതിസന്ധികളെല്ലാം സീരിയസ് ആയിട്ട് ഈ കാര്യത്തെ അപ്രോച്ച് ചെയ്യാതെ അലക്ഷ്യമായി പോയി ഇത് കാളവണ്ടിപ്പുറത്ത് കയറ്റി വെച്ചു കൊണ്ടുവന്ന ആ തൻ്റെ ഭോഷത്വം ഓർത്തപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി. ആ പഞ്ഞിനൂലങ്കിയൊക്കെ കാണിക്കുന്ന എന്താ? ദാവീദ് തന്നെത്താൻ താഴ്ത്തുകയാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ നിൽപ്പാൻ ആ പുൽപ്പുറത്തിൽ ആടിനെ മേയിച്ച് നടന്ന തന്നെ തൻ്റെ സഹോദരന്മാരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വലിയവനായ ദൈവം തൻ്റെ ദാസനായ ശമൂവേലിനെ അയച്ച് എൻ്റെ തലയിൽ അഭിഷേകതയിൽ ഒഴിച്ച് എന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ശൗലും മാറിക്കഴിഞ്ഞ് തൽസ്ഥാനത്തേക്ക് ഞാൻ വന്നിരിക്കുന്നു. തൻ്റെ സിംഹാസനം വെച്ചിരുന്നത് ഹെബ്രോനിലാണ്. ഹെബ്രോനിൽ നിന്ന് താന് സിംഹാസനം അഥവാ തൻ്റെ തലസ്ഥാനം ഇപ്പോൾ സിയോനിലേക്ക് അഥവാ യെബൂസിലേക്ക് മാറ്റിയിരിക്കുന്നു, അഥവാ യെരുശലേമിലേക്ക് മാറ്റിയിരിക്കുന്നു. അങ്ങനെ ദാവീദ് യുദ്ധങ്ങളിൽ ജയം പ്രാപിച്ച് മേൽക്കുമേൽ പ്രബലനായി വന്നു. യഹോവയുടെ കരം തന്നോടുകൂടെയിരുന്നു. തൻ്റെ പേര് വിശ്രുതമായി. അങ്ങനെ അനവധി കാര്യങ്ങളാണ്. ദാവീദ് എന്ന് പറയുന്നത് ഇപ്പോൾ പഴയ ചുമ്മാ ദാവീദൊന്നും അല്ല, വലിയ ദാവീദാണ്. മഹാരാജാവായി മാറിയിരിക്കുകയാണ്. രാജ്യങ്ങളെയൊക്കെ അടക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇതിനെല്ലാം കാരണഭൂതമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ തന്നെത്താൻ താഴ്ത്തുകയാണ്. അതാണ് ആ നൃത്തത്തിൻ്റെ പ്രത്യേകത. അത് പഴയ നിയമത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, പുതിയ നിയമത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ടു അല്ല നമ്മളതൊക്കെ കാണുന്നത്. തൻ്റെ സന്തോഷത്താൽ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് പെട്ടകത്തിന് മുമ്പാകെ നൃത്തം ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് അവിടെ നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ കുറച്ചും കൂടെ മുൻപോട്ട് വരികയാണ്. ആ ഭാഗം നമ്മൾ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുമെന്ന്. ഇതെല്ലാം വെച്ചിട്ട് എങ്ങനെ നമ്മൾ പുതിയ നിയമ ആരാധനയിലേക്ക് കടക്കും? ആ പുതിയ നിയമ ആരാധനയിലേക്ക് കടക്കണമെങ്കിൽ പഴയ നിയമ ആരാധന എന്താണെന്നുള്ള ഒരു ചെറിയ രൂപരേഖ വേണം. പഴയ നിയമ ആരാധനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗൗരവം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പഴയ നിയമ ആരാധനയുമായി ബന്ധപ്പെട്ട് നമ്മൾ സമാഗമന കൂടാരത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ആളുകളാണ്. നമ്മുടെ സൺഡേ മീറ്റിങ്ങിലാണ് ടാബർനാക്കിൾ സ്റ്റഡി നടന്നിട്ടുള്ളത്. ഏതാണ്ട് 2 വർഷത്തിനടുക്കൽ അത് ഗൗരവമായ പഠനമായിരുന്നു. ആ പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമുണ്ട്. ഇസ്രായേലിൻ്റെ പുരോഹിതന്മാരും ഇസ്രായേൽ ജനവും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ജനം പ്രാകാരത്തിൽ നിൽക്കുന്നു. പുരോഹിതന്മാർ യാഗപീഠത്തിൻ്റെ സൈഡിലൂടെ അകത്തേക്ക് പ്രവേശിച്ച്, അതായത് പ്രാകാരത്തിൽ തന്നെയുള്ള ലേവർ അഥവാ താമ്രത്തൊട്ടി, അതിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ച് പിന്നിലേക്ക് വന്ന് യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ യാഗമൃഗത്തെ അറുത്ത് ആ യാഗമൃഗത്തിൻ്റെ രക്തവുമായി താന് വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകും. അത് റൊട്ടീൻ പ്രോഗ്രാമാണ് ഞാനീ പറയുന്നത്. അതായത് ദിവസേനയുള്ള ആ ശുശ്രൂഷകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പുരോഹിതൻ അകത്തേക്ക് കടന്നുപോയി ഹോളി പ്ലേസിലുള്ള ഇൻസെൻസ് ഓൾട്ടറിൻ്റെ അപ്പുറം, അതായത് അവിടെ തിരശ്ശീലയുണ്ട്, വെയിൽ അഥവാ തിരശ്ശീല, ആ തിരശ്ശീലയുടെ ചുവട്ടിൽ ഈ രക്തം 7 പ്രാവശ്യം തളിക്കും. അങ്ങനെ അവിടെ രക്തം തളിച്ച് താന് ധൂപപീഠത്തിൽ അഥവാ ഇൻസെൻസ് ഓൾട്ടറിൽ ധൂപം അർപ്പിച്ച് അങ്ങനെ മടങ്ങി വന്ന് ഈ ശുദ്ധീകരണ പ്രക്രിയയെല്ലാം പൂർത്തീകരിച്ചാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇസ്രായേലിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഴയ നിയമ ആരാധനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അന്ന് കേൾക്കാത്ത എത്രയോ പേര് ഇന്ന് നമ്മളെ കേൾക്കുന്നു. അല്ലെങ്കിൽ പിന്നത്തേതിൽ നമ്മുടെ മെസ്സേജ് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. ആ പ്രിയപ്പെട്ടവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത്ര ഈസി ആയിട്ട് പിടികിട്ടുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ്. അത് പറയുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് സമാഗമന കൂടാരമോ യെരുശലേം ദൈവാലയമോ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം ഈ സമാഗമന കൂടാരമായിരിക്കും എളുപ്പം, പഠിക്കാൻ എളുപ്പം അതാണ്. അപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ തുറന്ന് യാഗപീഠത്തിൻ്റെ അടുക്കിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളത് അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്കാണ്. ഞാൻ പറഞ്ഞതുപോലെ അവർ യാഗമൃഗത്തെ അറുക്കും, എന്നിട്ട് യാഗരക്തമായി അകത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ യാഗമൃഗത്തിൻ്റെ തോലുരിച്ച് അതിനെ ഖണ്ഡമായി നുറുക്കി അത് ബലിപീഠത്തിലേക്ക് അർപ്പിക്കുവാൻ പാകത്തിന് സജ്ജമാക്കുന്നത് ലേവ്യ പുരോഹിതന്മാരാണ്. അതായത് ലേവി കുലത്തിലുള്ള അഹ്റോൻ്റെ പുത്രന്മാരായവരല്ലാത്ത ബാക്കിയുള്ളവരുണ്ടല്ലോ. ലേവിക്ക് 3 മക്കളാണെന്ന് നമുക്കറിയാം. ഗർഷോം, കെഹാത്ത്, മെരാരി, അങ്ങനെ 3 മക്കളാണ്. അതിൽ രണ്ടാമനായ കെഹാത്തിൻ്റെ മൂത്ത മകനാണ് അമ്രാമിൻ്റെ മൂത്ത മകളാണ് മിറിയാം.
മിരിയാമിൻ്റെ താഴെയുള്ളതാണ് അഹറോൻ, അഹറോൻ്റെ താഴെയുള്ളതാണ് മോശ. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഗർഷോൻ്റെ മക്കളുണ്ട്, മെറാരിയുടെ മക്കളുണ്ട്. മാത്രമല്ല ഈ കെഹാത്തിൻ്റെ മറ്റു മക്കളുണ്ടല്ലോ, അമ്രാമിന് ശേഷം താഴേക്ക് കിടക്കുകയാണ് 3-4 ഇസഹാർ, എബ്രോൻ, ഉസിയേൽ എന്നൊക്കെ പറഞ്ഞ്. അവർക്കൊക്കെ എന്തുമാത്രം മക്കളാ! ഇവരെയെല്ലാം പൊതുവായി നമ്മൾ വിളിക്കും ലേവ്യ പുരോഹിതന്മാരെന്ന്. ആക്ച്വലി അവർ പുരോഹിതന്മാരല്ല, ലേവ്യരെന്നാണ് അറിയപ്പെടേണ്ടത്. എങ്കിലും അവരെ ലേവ്യ പുരോഹിതന്മാരെന്നുള്ള നിലയിൽ പറയും. ശരിക്കും പുരോഹിതന്മാരാരാ? അഹ്റോനും അഹ്റോൻ്റെ പുത്രന്മാരുമാണ്. അഹ്റോൻ മഹാപുരോഹിതനായി നിൽക്കുന്നു, അഹ്റോൻ്റെ പുത്രന്മാർ പുരോഹിതന്മാരായി നിൽക്കുന്നു. പഴയ നിയമത്തിലെ ആ സംഭവം പുതിയ നിയമത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? അഹ്റോൻ എന്ന് പറയുന്ന മഹാപുരോഹിതൻ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതന് നിഴലായി നിൽക്കുകയാണ്. അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനാൽ വീണ്ടും ജനനം പ്രാപിച്ച് തൻ്റെ രക്തത്തിൻ്റെ മറവിലകളായ തൻ്റെ കുഞ്ഞുങ്ങൾ, തൻ്റെ ജനം, അവരാണ് പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാർ. അത് ആൺ പെൺ വ്യത്യാസമന്യേ അവരെല്ലാവരും പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരാണ്. എങ്ങനെ? യേശുക്രിസ്തുവിനാൽ രക്ഷാനുഭവത്തിലേക്ക് കടന്നു വന്ന് യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ കണ്ടെത്തി, പിന്നത്തേതിൽ യേശുക്രിസ്തുവിന് കർത്തൃത്വമേൽപ്പിച്ച് വിശ്വാസ സ്നാനത്താൽ, ആത്മസ്നാനത്താൽ അങ്ങനെ കൃപയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന പുതിയ നിയമ ഭക്തന്മാർ, ആൺ പെൺ വ്യത്യാസമന്യേ അവർക്കെല്ലാം തത്സമയ സഹായത്തിനും കൃപ പ്രാപിപ്പാനുമായി കൃപാസനത്തെങ്കിലേക്ക് ഇന്ന് അടുത്തു വരാം. എന്ന് വെച്ചാൽ ദൈവസിംഹാസനത്തെങ്കിലേക്ക് അടുത്തു വരാം. ദൈവസിംഹാസനത്തെങ്കിലേക്ക് അടുത്തു വരാം. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും പഴയ നിയമത്തിലേക്ക് പോവുകയാണ്. അതായത് ഞാൻ പറഞ്ഞതുപോലെ പുരോഹിതന്മാർ ദിവസേനയുള്ള ശുശ്രൂഷയ്ക്ക് കടന്നു വരുമ്പോൾ ആദ്യം യാഗാർപ്പണത്തിന് ശേഷം പിന്നീട് ധൂപാർപ്പണം. അതിന് നമ്മൾ പറയും പരിമള ധൂപാർപ്പണം എന്ന് പറയും. യാഗാർപ്പണം നടക്കുന്നത് യാഗപീഠത്തിലാണ്. ധൂപാർപ്പണം നടക്കുന്നത് അകത്തുള്ള ഇൻസെൻസ് ഓൾട്ടറിലാണ്, അഥവാ ധൂപപീഠത്തിലാണ്. പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠത്തിൽ യാഗമർപ്പിച്ച ആ യാഗരക്തവുമായി പുരോഹിതൻ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വന്ന് അവിടെ തിരശ്ശീലയ്ക്ക് ചുവട്ടിൽ രക്തം തളിച്ചുകൊണ്ട് പിന്നത്തേതിൽ ധൂപപീഠത്തിൽ ധൂപം അർപ്പിച്ച് അങ്ങനെയാണ് ആ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നത്. അതിൻ്റെ രൂപരേഖ മുൻകാലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒന്നുകൂടി ഓടിച്ചു പറയാം. അതായത് ദിവസേനയുള്ള ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇങ്ങനെ പറയും: പ്രഭാതയാഗം അർപ്പിക്കുവാൻ പുരോഹിതന്മാർ വരുന്നത് രാവിലെ 9 മണിക്കാണ്. രാവിലെ 9 മണിക്ക് 9 മണിക്ക് വന്ന് ഈ പറഞ്ഞതുപോലെ യാഗപീഠത്തിൽ യാഗം അർപ്പിച്ച് പിന്നീട് അകത്തേക്ക് വന്ന് തിരശ്ശീലയ്ക്ക് ചുവട്ടിൽ രക്തം തളിച്ചുകൊണ്ട് പിന്നത്തേതിൽ ധൂപപീഠത്തിൽ ധൂപവർഗ്ഗങ്ങൾ നിരത്തിയിട്ടുണ്ടല്ലോ, അവിടെയാണ് ധൂപം അർപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. അതായത് പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, എക്സോഡസ് ചാപ്റ്റർ 30 വേഴ്സ് 34 and 35 അവിടെ നമ്മൾ കാണുന്നത്, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ നറുംപശ, ഗുൽഗുലു, ഹൽബാനപ്പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. കുറേ കാര്യങ്ങൾ വിശദമായി പറയുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? അതായത് മോശയോട് പറയുകയാണ്, നീ നറുംപശ, ഗുൽഗുലു, ഹൽബാനപ്പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരൻ്റെ വിദ്യ പ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം. നീ അതിൽ ഏതാനും ഇടിച്ച് പൊടിയാക്കി ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിന് മുമ്പാകെ വെക്കണം. പെട്ടെന്ന് ഇത് വായിച്ചാലോ മനസ്സിലാവുമോ? നറുംപശ, ഗുൽഗുലു, ഹൽബാനപ്പശ എന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് എന്ത് പശയാണെന്ന് അവർ ഓർത്തു പോകും. സൗരങ്ങളെ ഇതൊന്നും പശയൊന്നുമല്ല. ഇപ്പം ഇവിടെ വായിച്ച് കേട്ട ആ സുഗന്ധവർഗ്ഗങ്ങൾ, ഇൻസെൻസ്, ആ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത് മെഡിറ്ററേനിയൻ സീയുടെ പരിസരങ്ങളും ഈ പറയുന്ന കനാൻ ദേശത്തെ മരുഭൂമികളിലും അതുപോലെ ചെങ്കടലുമായി ബന്ധപ്പെട്ട്, അതായത് റെഡ് സീയുടെ ആഴങ്ങളിലുള്ള ചില കക്ക പോലത്തെ ചില ഷെല്ലുകൾ, ചില ചിപ്പികൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ വക കാര്യങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളെ കാണുന്നത്. അതിലൊരു കാര്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ് കുന്തിരിക്കം. ഈ പറഞ്ഞതിൽ കുന്തിരിക്കമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ 4 പ്രധാന കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? 4 പ്രധാനപ്പെട്ട സുഗന്ധവർഗ്ഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ 4 സുഗന്ധവർഗ്ഗങ്ങളും വളരെ കോസ്റ്റ്ലിയാണ്, ഭയങ്കര വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. അത്ര ഈസി ആയിട്ട് പോയി പർച്ചേസ് ചെയ്യാവുന്നതല്ല, വലിയ വിലപിടിപ്പുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ പ്ലസ് ഉപ്പും ചേർക്കണം. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നേർമയായി പൊടിച്ച് ധൂപപീഠത്തിൽ നിരത്തണം. ഞാൻ ഇങ്ങനെ പോകുന്ന ചർച്ചകളിലൊക്കെ വല്ലപ്പോഴൊക്കെ ചോദിക്കുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഈ അഹ്റോൻ്റെ പുത്രന്മാരായ നാദാബും അബീഹു, മൂത്തവർ 2 പേര്, അവർ അന്യാഗ്നി കത്തിച്ചതിൻ്റെ കാര്യകാരണങ്ങൾ ചോദിക്കാറുണ്ട്. അവരെന്താ അന്യാഗ്നി കത്തിച്ചു എന്ന് പറയുന്നത് ഏത് ചോദിക്കുമ്പോൾ പലർക്കും അറിയില്ല അതെന്താ സംഭവമെന്ന്. അന്യാഗ്നിയുമായി ബന്ധപ്പെട്ട കാര്യം അറിയില്ല. ഇനി ചിലരെല്ലാം ധരിച്ചിരിക്കുന്നത് യാഗപീഠത്തിൽ എവിടെന്നോ വേറെ തീ കൊണ്ടുവന്ന് കത്തിച്ചു,
ഉയരത്തിൽ നിന്ന് കത്തിയ തീയാണല്ലോ. ആ തീക്ക് പകരം വേറെന്തോ തീ കത്തിച്ചു. ആ കാരണത്താലാണ് അന്യാഗ്നിയായി മാറിയത്. അതായത് ദൈവസന്നിധിയിൽ നിന്ന് വന്ന് കത്തിയ തീയാണല്ലോ യാഗപീഠത്തിലുള്ളത്. അതിന് പകരം വെളിയിൽ എവിടെ നിന്നോ കിട്ടിയ തീ ഇവിടെ കൊണ്ടുവന്ന അർപ്പിക്കുകയോ എന്തോ ചെയ്തു. അങ്ങനെ എന്തോ അനിഷ്ട സംഭവം ഉണ്ടായി. അങ്ങനെയാണ് അവർ രണ്ടുപേരും മരിച്ചുപോയെന്നാണ് പലരും ധരിക്കുന്നത്. എന്നാൽ സഹോദരങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടത് അതൊന്നും അല്ല അതിൻ്റെ കാര്യം. അതായത് മുൻകാലത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണല്ലോ, ലേവ്യ പുസ്തകം 9:23-24, ലെവിറ്റിക്സ് ചാപ്റ്റർ 9 വേഴ്സ് 23 and 24. അവിടെ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. സമാഗമന കൂടാരത്തിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് മോശയും അഹ്റോനും പിന്നത്തേതിൽ എല്ലാം ക്രമത്തിലാക്കി അവർ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് അതിൻ്റെ സമർപ്പണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് നോക്കി നിൽക്കുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ തേജസ് അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വെളിപ്പെടുന്നതും അവിടെ നിന്ന് തീ പുറപ്പെട്ട് പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠത്തിലെ യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നതുമായ ആ ഒരു കാഴ്ച കാണുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കാണുന്നത് മനസ്സിലാക്കുക. ദൈവസന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിലെ യാഗവസ്തുവിനെ ദഹിപ്പിച്ചു. അതാണ് നമ്മൾ കാണുന്ന ആദ്യത്തെ കാഴ്ച. സമാഗമന കൂടാരത്തിൽ ഉയരത്തിലെ തീ വന്നു എന്നാണ് നമ്മൾ പറയുന്നതിന്. പിന്നീട് ശലോമോൻ്റെ ദൈവാലയത്തിൽ ഉയരത്തിൽ നിന്ന് തീ വന്നതായിട്ട് നമ്മൾ കാണുന്നു. അതാണ് രണ്ടാമത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യമുണ്ട് കേട്ടോ. അതിന് തൊട്ട് മുമ്പ് ശലോമോൻ്റെ പിതാവായ ദാവീദ് ഈ യെരുശലേം ദൈവാലയം ഇരിക്കുന്ന ആ സ്ഥലം, അതിന് പറയുന്നതാണ് ഒർന്നാൻ്റെ കളം എന്ന് പറയും. മോറിയ മലയിലെ ഒർന്നാൻ്റെ കളം. ആ ഒർന്നാൻ്റെ കളത്തിൽ അവിടെ ഒരു യാഗം അർപ്പിക്കുന്നുണ്ട്. അതിന് യാഗമൃഗത്തെ അറുത്ത് യാഗപീഠത്തിൽ വെച്ച് കഴിയുമ്പോൾ ഉയരത്തിൽ നിന്ന് തീ വന്നാണ് ആ യാഗത്തെ ഒലിവനായ ദൈവം സ്വീകരിച്ചത്. അത് ശരിക്കും രണ്ടാമത്താണ്. ശലോമോൻ്റെ കാലത്തേത് മൂന്നാമത്തായിട്ട് പറയണം. എന്നാൽ അതിൻ്റെ പഠനത്തിൽ വരുമ്പോൾ നമ്മൾ സമാഗമന കൂടാരത്തിൽ ഉയരത്തിൽ നിന്ന് തീ വന്നു, പിന്നത്തേതിൽ യെരുശലേം ദൈവാലയത്തിൽ ഉയരത്തിൽ നിന്ന് തീ വന്നു. അതിനിടയിൽ മറ്റൊരു സബ്ജക്റ്റായിട്ട് നിൽക്കും ദാവീദിൻ്റെ കാലത്ത് ഉയരത്തിൽ നിന്ന് തീ വന്ന കാര്യം. ഓക്കെ, അപ്പോൾ തീ ഉയരത്തിൽ നിന്ന് വന്നു എന്ന് മനസ്സിലായി. അങ്ങനെ യാഗപീഠത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ. തീ ഒരിക്കലും കെട്ടുപോകാൻ പാടില്ല. തീ കത്തിക്കൊണ്ടിരിക്കുന്നു, അതിലേക്ക് വിറകിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ ധാരാളം തീക്കനലുണ്ടാകും. തീക്കനൽ ദിവസേനയുള്ള ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കൂറിൻ്റെ ക്രമപ്രകാരം അതിനുള്ള അനുവാദം ലഭിക്കപ്പെട്ട പുരോഹിതൻ കടന്നു വരുമ്പോൾ ആ പുരോഹിതന് മറ്റൊരു പുരോഹിതനെ സഹായിയായിട്ടും കൂടെ കൂട്ടാം. അങ്ങനെ മനസ്സിലാക്കണം. 1 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൂറിൻ്റെ ക്രമപ്രകാരം പുരോഹിതന്മാരെ ശുശ്രൂഷയ്ക്കാക്കിയ കാര്യങ്ങളെ നമുക്ക് കാണാം. അതായത് 2 പ്രധാന കൂറായിട്ട് ഇങ്ങനെ പോകും. ഒരു സൈഡിൽ എലയാസറിൻ്റെ ആ ഒരു തലമുറകളും മറു സൈഡിൽ ഇഥാമാറിൻ്റെ തലമുറകളും. അങ്ങനെ 2 കൂട്ടരെയും കൂറിൻ്റെ ക്രമമൊക്കെ അവിടെയുണ്ട്. അത് പിന്നാലെ വായിക്കുക. ആ ക്രമപ്രകാരം പുരോഹിതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ സെക്രിയാവുമായി ബന്ധപ്പെട്ട് കാണുന്ന കാഴ്ച എന്താ? അബിയാക്കൂറിൽ സെക്രിയാവ് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ കൂറിന് ചീട്ട് വീഴും. ആ ചീട്ട് വീഴുന്നതിനനുസരിച്ചാണ് ആ ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമാഗമന കൂടാരത്തിലേക്കും പിന്നത്തേതിൽ യെരുശലേം ദേവാലയത്തിലേക്കും അവർ കടന്നു വരുന്നത്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ? അവർ കടന്നു വന്ന് യാഗം അർപ്പിച്ച് പരിമള ധൂപം അർപ്പിച്ച് അങ്ങനെ മടങ്ങി വരുന്ന ആ ഒരു കാര്യത്തിനാണ് ആ പറഞ്ഞ ശുശ്രൂഷ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ കൂറിൻ്റെ ക്രമപ്രകാരം ചീട്ട് കിട്ടിയ ഏതെങ്കിലും ഒരു പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് കടന്നു വരുമ്പോൾ സഹായിയായ മറ്റൊരു പുരോഹിതനെയും കൂട്ടാം. അതായത് അവർ രണ്ടുപേരും കൂടെ കടന്നു വന്നിട്ട് ഈ പറയപ്പെട്ട വസ്തുക്കൾ, നമ്മളിപ്പോൾ വായിച്ച കോസ്റ്റ്ലി ആയിട്ടുള്ള സുഗന്ധവർഗ്ഗങ്ങൾ നേർമയായി പൊടിച്ച് അത് ധൂപപീഠത്തിൽ, അതായത് ഈ ധൂപക്കുറ്റി ഉണ്ടല്ലോ വീശുന്നത്, അതിൻ്റെ കാര്യമല്ല, ഇത് ധൂപപീഠമാണ്, ഇൻസെൻസ് ഓൾട്ടർ. ആ ധൂപപീഠത്തിൽ നിരത്തണം. നിരത്തുന്നതിന് മുമ്പ് യാഗപീഠത്തിൽ നിന്ന് തീക്കനൽ അകത്തേക്ക് കൊണ്ടുവരണം. യാഗപീഠത്തിൽ നിന്ന് തീക്കനൽ അകത്തേക്ക് കൊണ്ടുവന്ന് ആ ധൂപപീഠത്തിൽ നിരത്തണം. തീക്കനലാണ് ആദ്യം നിരത്തുന്നത്. തീക്കനലിൻ്റെ മുകളിലേക്കാണ് ഈ നേർമയായി പൊടിച്ച സുഗന്ധവർഗ്ഗങ്ങൾ, ആ പൊടി അതിന് മുകളിലേക്കാണ് വിതറുന്നത് അല്ലെങ്കിൽ ഇടുന്നത്. അങ്ങനെ വിതറിക്കഴിയുമ്പോൾ അവിടെ തീക്കനലിങ്ങനെ ജ്വലിച്ചു നിൽക്കുകയല്ലേ, അതിലേക്ക് ഈ സുഗന്ധവർഗ്ഗങ്ങൾ ഇടുമ്പോൾ അവിടെ നിന്ന് സുഗന്ധധൂപം ഉയരും. സുഗന്ധധൂപം വിശുദ്ധ സ്ഥലത്തെ നിറച്ച് അത് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്ന് അതിപരിശുദ്ധ സ്ഥലത്തെയും കൂടി അങ്ങ് നിറയ്ക്കുകയാണ്. അങ്ങനെ ഈ കൂടാരം മുഴുവനും ആ സുഗന്ധം കൊണ്ടങ്ങ് നിറയുകയാണ്. സുഗന്ധം കൊണ്ട് നിറയുകയാണ്. ആ സുഗന്ധധൂപം ദൈവദൂതന്മാർ ഉയരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സുഗന്ധം 2-ാം സ്വർഗത്തിലൂടെ കടന്ന് 3-ാം സ്വർഗത്തിലേക്ക് എത്തില്ല. കാരണം 2-ാം സ്വർഗത്തിൻ്റെ അധികാരിയായ സെയ്റ്റാൻ അവിടെ ഹിൻഡ്രൻസുമായിട്ട് നിൽപ്പുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ സുഗന്ധധൂപം ദൈവസന്നിധിയിലേക്ക് എത്തില്ല. അതുകൊണ്ടാണ് സ്വർഗദൂതന്മാർ ഈ ധൂപം, ഇവർ ധൂപാർപ്പണത്തിന് കടന്നു വരുമ്പോൾ, ആ ശുശ്രൂഷ പൂർത്തീകരിക്കുമ്പോൾ ആ ധൂപമെല്ലാം ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ വലിയവനായ ദൈവം അവരുടെ ധൂപത്തിൽ സംപ്രീതനാകും.
നോക്കണം, ഈ കൂടാരത്തിലെ ശുശ്രൂഷകളിൽ ഏറ്റവും ഗംഭീരമായ ശുശ്രൂഷ, ഏറ്റവും സീരിയസ് ആയ ശുശ്രൂഷ എന്ന് പറയുന്നത് ധൂപാർപ്പണമാണ്. ധൂപാർപ്പണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവരുടെ പാപപരിഹാരത്തോടുള്ള ബന്ധത്തിൽ രക്തം തളിച്ചുകൊണ്ട് ധൂപം അർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ പൂർത്തീകരിക്കുന്ന കാര്യം കേട്ടിട്ടില്ലേ? അത് ഭയത്തോടു കൂടിയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. സെയിം അതുപോലെ തന്നെയാണ് വിശുദ്ധ സ്ഥലത്ത് രാവിലെയും വൈകിട്ടെന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ് 3 മണിയാണ് സന്ധ്യായാഗം അർപ്പിക്കുന്നത്. ഈ സെയിം കാര്യം തന്നെയാണ് അന്നേരം നടക്കുന്നത്. അങ്ങനെ കടന്നു വരുന്ന പുരോഹിതന്മാർ ഭയത്തോടു കൂടിയാണ് കടന്നു വരുന്നത്. ഈ ധൂപാർപ്പണം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന പോലും അവർക്കും ഭയമാണ്. കാരണം യഹോവയുടെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. ആ തിരശ്ശീലയ്ക്ക് അപ്പുറം ദൈവ സാന്നിധ്യം എന്നുള്ളതല്ല. ആ കൂടാരം മുഴുവനും ദൈവ സാന്നിധ്യത്തിലല്ലേ? ആ പ്രാകാരം മുഴുവനും ദൈവ സാന്നിധ്യത്തിൽ തന്നെയാണ് ശരിക്കും. അതിൻ്റെ പാരമ്യത്തിലേക്ക് വരികയാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ എന്ന് മാത്രം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ലഭിക്കപ്പെട്ട പ്രമാണപ്രകാരം, ഈ ക്രമപ്രകാരം വള്ളി മാറാൻ പാടില്ല. അതങ്ങനെ തന്നെ അർപ്പിക്കണം. അതാണ് പഴയ നിയമത്തിൻ്റെ ആരാധന എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത് എവിടെയാ? പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠത്തിലല്ല, അത് ധൂപപീഠത്തിലാണ്. ധൂപാർപ്പണമാണ് നമ്മൾ പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ പറയുന്ന ആരാധന എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ ആത്മാവിലും സത്യത്തിലുള്ള ആരാധന എന്ന് പറയില്ലേ? അതിൻ്റെ നിഴൽ പഠിക്കുമ്പോൾ, അതിൻ്റെ കൃത്യമായ കാര്യം പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ആ കാര്യം നടക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ അല്ലെങ്കിൽ യെരൂശലേം ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ്. അവിടെയാണ് ധൂപം അർപ്പിക്കുന്നത്. അങ്ങനെ ധൂപം അർപ്പിക്കുവാൻ പുരോഹിതന്മാർ കടന്നു വരുന്നതാണ് ഞാൻ ഈ നേരം വരെ വിശദീകരിച്ചത്. ഭയഭക്തി നിമിത്തമാണ് അവർ കടന്നു വരുന്നത്. ഭയഭക്തി നിമിത്തം. അവിടെ ഈ ധൂപാർപ്പണത്തിന് കടന്നു വരുന്ന സമയത്ത് അവിടെ ഓർഗനോ അവിടെ മറ്റ് ഈ തല്ലി പൊളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കോലും കൊണ്ട് ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സാധനവും അവിടെ ഇരിപ്പില്ല. അങ്ങനെയുള്ള ഇടപാടുകളൊന്നുമില്ല. അവിടെ ഒരു ഡാൻസും പുരോഹിതൻ കളിക്കുന്നില്ല. അവിടെ എന്താ പുരോഹിതൻ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം തീക്കനൽ നിരത്തുന്നു. പിന്നീട് അവർ നേർമയായി പൊടിച്ച ആ ഇൻസെൻസ് അഥവാ സുഗന്ധവർഗ്ഗങ്ങൾ ധൂപപീഠത്തിൽ നിരത്തുന്നു. ആ നിരത്തി ഈ ശുശ്രൂഷ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ സഹായിയായി വന്ന പുരോഹിതൻ പുറത്തേക്ക് പോകണം. പിന്നീട് ആ മറ്റേ കൂറിൻ്റെ ക്രമപ്രകാരം ചീട്ട് വീണ പുരോഹിതൻ മാത്രമാണ് യഹോവയുടെ സന്നിധിയിൽ നിൽക്കാൻ പാടുള്ളൂ. ആ സമയത്ത് അദ്ദേഹം ധൂപപീഠത്തിൻ്റെ അവിടെ നിന്ന് ഒരടി പിന്നിലേക്ക് മാറും. എന്നിട്ട് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുമ്പോൾ ഇരു കരങ്ങളും ദൈവസന്നിധിയിൽ മലർത്തും. അതിനോടുള്ള ബന്ധത്തിലെ വാക്യമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1:15. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ കൈ മലർത്തുമ്പോൾ ഞാൻ കണ്ണടച്ച് കളയുമെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. ആ കാര്യം അവരുടെ ആരാധനയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അവരുടെ ആരാധനയിൽ ഞാൻ പ്രസാദിക്കില്ലെന്നുള്ളതാണ്. അവർ ചട്ടപ്രകാരമല്ല ആരാധന അർപ്പിക്കുന്നത്. ധൂപാർപ്പണവും യാഗാർപ്പണവും അതൊക്കെ ചടങ്ങ് പോലെ ചെയ്യുന്നൊരു കാലം വന്നപ്പോഴാണ് തൻ്റെ പ്രവാചകനിലൂടെ അങ്ങനെ പറയേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ആ ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. അപ്പോൾ പുരോഹിതൻ ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സമയം ആ ധൂപം ഞാൻ പറഞ്ഞു, ദൂതന്മാർ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകണം. അവിടെ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയിൽ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ആശ്വാസം ലഭിക്കും ഈ പുരോഹിതന്. അതായത് ദൈവം സംപ്രീതനായി എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ആ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആശ്വാസത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്, അതെല്ലാം പൂർത്തീകരിച്ചിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൽ ഈ ആരാധന എന്ന് പറയുന്ന കാര്യം നടക്കുന്നത് സമാഗമന കൂടാരത്തിൻ്റെ അല്ലെങ്കിൽ യെരൂശലേം ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണെന്ന് പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്, വിശുദ്ധ സ്ഥലത്താണ്, ഹോളി പ്ലേസിലാണ് ആരാധന നടക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ കൊയർ എവിടെയാണ് നിൽക്കുന്നത്? ഇസ്രായേലിൻ്റെ ഓർക്കസ്ട്ര എവിടെയാണ് നിൽക്കുന്നത്? അവരെല്ലാം പ്രാകാരവാതിലിന് വെളിയിൽ അവർക്കുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസിലാണ് അവരെല്ലാം നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് അവർ പാട്ട് പാടുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് അവർ ഓർക്കസ്ട്രയൊക്കെ ചലിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് 149 സങ്കീർത്തനത്തിലേക്ക് വരാം. 149 സങ്കീർത്തനം, സാംസ് 149 വേഴ്സ് 3. 149 സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യം വായിക്കാം. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പിനോട് കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. എങ്ങനെയാ വായിച്ചേ? അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പിനോട് കിന്നരത്തോടും കൂടെ അവനെ കീർത്തനം ചെയ്യട്ടെ. 149 സങ്കീർത്തനത്തിൽ നൃത്തം കാണാം. നൃത്തം ചെയ്ത് അവനെ സ്തുതിക്കട്ടെ. ഇനി 150 സങ്കീർത്തനത്തിലേക്ക് വരാം. 150 സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം. തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിക്കട്ടെ, തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പിൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ, ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, ഈ വായിച്ച 2 വേദഭാഗങ്ങളിലൂടെയും നമ്മൾ കാണുന്നത് നൃത്തത്തോടെ അവനെ സ്തുതിക്കട്ടെ, നൃത്തത്തോടെ അവനെ ആരാധിക്കട്ടെ എന്നാണ്.
149 സങ്കീർത്തനം, 150 സങ്കീർത്തനം. പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള ബഹുഭൂരിപക്ഷ സഹോദരങ്ങളും കമൻറ്റ് സെക്ഷനുകളിലൊക്കെ വന്ന് കമൻറ്റ് ചെയ്തതാണ്. ചിലർ അവരുടെ മെസ്സേജുകളിലൂടെയും വീഡിയോകളിലൂടെയൊക്കെ ആ കാര്യങ്ങളെ പ്രസിദ്ധമാക്കാൻ ശ്രമിച്ചു. നോക്കൂ, ഇവിടെ നൃത്തമുണ്ട്, ദാവീദ് നൃത്തം ചെയ്തു, അങ്ങനെ പലതരത്തിലാണ് ഇവർ പറയുന്നത്. ദാവീദ് എവിടെയാണ് നൃത്തം ചെയ്തത്? ദാവീദ് യെരുശലേമിൻ്റെ തെരുവിലാണ് നൃത്തം ചെയ്തത്. അതെങ്ങനെയാണ് പഴയ നിയമ ആരാധനയാകുന്നത്? പഴയ നിയമത്തിൻ്റെ ആരാധന നടക്കുന്നത് എവിടെയാണ്? സമാഗമന കൂടാരത്തിലാണ്, അല്ലെങ്കിൽ യെരുശലേം ദേവാലയത്തിലാണ്. ദാവീദിൻ്റെ കാലത്ത് സമാഗമന കൂടാരമേ ഉള്ളൂ. സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് വന്ന് അവരുടെ പുരോഹിതന്മാർ ധൂപം അർപ്പിക്കുന്നതാണ് അവരെ സംബന്ധിച്ച് ആരാധന എന്ന് പറയുന്നത്. അല്ലാതെ പ്രാകാരത്തിൽ നിന്ന് പാട്ട് പാടുന്നതോ ഓർക്കസ്ട്ര വെച്ച് ശബ്ദം ഉണ്ടാക്കുന്നതോ, ഇപ്പോൾ വായിച്ചതുപോലെ ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെയും അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ എന്നൊക്കെ വായിച്ചില്ലേ? അതൊക്കെ പ്രാകാരത്തിന് വെളിയിലാണ്. ഇവിടെ ഞാൻ മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മവും കൂടെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താം. പെന്തക്കോസ്തുകാരിത് കേട്ട് കഴിഞ്ഞാൽ ബോധം കെട്ടുപോകും. അതായത് ശരിക്കും ആത്മാവിലുള്ള ആരാധനയുടെ ഒരു വിശദീകരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് പഴയ നിയമ ആരാധനയെ അടുത്ത് നിന്ന് കണ്ട് കേട്ടിട്ടാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരും. ശമരിയക്കാരി സ്ത്രീയോട് നമ്മുടെ കർത്താവ് പറഞ്ഞു, പുതുനിയമ ഭക്തന്മാർ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണെന്ന്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പഴയ നിയമ കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ് നിങ്ങളെ. പഴയ നിയമ കാര്യങ്ങളെ ധരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ 2 സങ്കീർത്തന ഭാഗങ്ങൾ വായിച്ചപ്പോൾ പുതുനിയമത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് നമ്മളിന്ന് കാണുന്ന ഈ ചർച്ചസിലെയൊക്കെ ആരാധനയിൽ ബഹുഭൂരിപക്ഷം പാസ്റ്റേഴ്സിനും ഇതിൻ്റെ ഡെപ്ത് അറിയില്ല. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നെ അഹങ്കാരിയായിട്ടൊന്നും ഒരിക്കലും കാണരുത് കേട്ടോ. അറിയില്ലെന്ന് പറഞ്ഞാൽ അറിയില്ല. ഈ കാര്യം നിങ്ങൾ പഠിച്ചാൽ നിങ്ങളും എന്നോട് ചേർന്നത് പറയും. മെജോറിറ്റിക്കും അറിയില്ല, മെജോറിറ്റിക്കും. കാരണം എന്താ? അവർ ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ ഈ ഓർഗനെല്ലായിട്ട് ഇരപ്പിച്ച് ബഹളം വെച്ച് എന്തെല്ലാമൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. പുതുനിയമത്തിൻ്റെ ആരാധന പഠിക്കുമ്പോൾ നമ്മൾ സങ്കീർത്തനത്തിലെ ചില ഭാഗങ്ങൾ വേറെയും വായിക്കേണ്ടതുണ്ട്. ആ ഭാഗങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ നമ്മുടെ ധ്യാനത്തെങ്കിലാണ് തീ കത്തുന്നത്. എന്താ ധ്യാനിക്കുന്നത്? ക്രൂശിനെയാണ് ധ്യാനിക്കുന്നത്. അപ്പോഴാണ് നാവെടുത്ത് സംസാരിക്കുന്നത്. നോക്കണം, പഴയ നിയമത്തിൽ പുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് ധൂപം അർപ്പിക്കുന്ന സെയിം തന്നെയാണ് പുതുനിയമത്തിലെ ആരാധനയോടുള്ള ബന്ധത്തിലെ വിശദീകരണം വരുന്നത്. അവിടെ ഓർക്കസ്ട്രയും ഒന്നും കൂടെയില്ല പുരോഹിതൻ്റെ കൂട്ടത്തിൽ. എന്നെ കേട്ടിരിക്കുന്നതെല്ലാം പുരോഹിതന്മാരാണ്. പുതുനിയമത്തിൻ്റെ പുരോഹിതന്മാരാണ് ഈ കേട്ടിരിക്കുന്നവരെല്ലാവരും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നവരല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട മാത്രം പോരാ, ആത്മാവിൽ നിറയപ്പെടണം. എങ്കിലേ ഹോളി പ്ലേസിൻ്റെ അനുഭവത്തിൽ എത്തിച്ചേരാൻ കഴിയൂ. വിശുദ്ധ സ്ഥലത്തേക്ക് അന്ന് കടന്നു പോകണമെങ്കിൽ പുരോഹിതന്മാരുടെ തലയിൽ അഭിഷേകതൈലം ഒഴിക്കണം. ആ പറയപ്പെട്ട അഭിഷേകതൈലം പുതുനിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മ നിറവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെ ആത്മാവിൽ നിറയപ്പെട്ട് വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ന് അങ്ങനെ ഒരു സ്ഥലമില്ല. ആ സ്ഥലത്തിന് മറ്റൊരു പേരും കൂടെ നമ്മൾ പറയും, യഹോവയുടെ സന്നിധി, അല്ലെങ്കിൽ ദൈവസാന്നിധ്യമുള്ള ഇടം. ദൈവ സാന്നിധ്യം. പുതിയ നിയമത്തിൽ നാമാണ് ദൈവത്തിൻ്റെ മന്ദിരം. ഇതിനകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ, ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ, അങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ആത്മാവിൽ ആരാധിക്കുന്ന ആ ഇടത്തിൽ ഓർഗൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ടോ? ഇപ്പോൾ വായിച്ച മറ്റ് ഉച്ചനാദമുള്ള കൈത്താളങ്ങളും അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളും തപ്പും വീണയും കിന്നരവും ഇനി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആ സമയത്ത് അതൊക്കെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അവ കാര്യങ്ങളുമായിട്ടാണോ ആരാധന? അവ കാര്യങ്ങളായിട്ടൊന്നും അല്ല ആരാധന. ആരാധന എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവുമായി ഉള്ള ആ ഒരു വലിയ ബന്ധത്തിൻ്റെ നിമിഷങ്ങളാണത്. അതിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. പഴയ നിയമത്തിലെ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ വിശദമായി നോക്കി കാണുമ്പോൾ 149 സങ്കീർത്തനമാകട്ടെ, 150 സങ്കീർത്തനമാകട്ടെ, പിന്നീട് ഈ ദാവീദിൻ്റെ നൃത്തമാകട്ടെ, ഇതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ അഥവാ വിശുദ്ധ സ്ഥലത്തല്ല, യഹോവയുടെ സന്നിധിയിൽ കടന്നു വന്നല്ല. ദാവീദ് യഹൂദ ഗോത്രക്കാരനാണ്. തനിക്ക് ഒരിക്കലും വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരാൻ കഴിയില്ല. തനിക്ക് പുരുഷന്മാരുടെ പ്രാകാരത്തിൽ നിൽക്കാനേ കഴിയൂ. അവിടെ രാജാവിന് സ്പേസ് ഉണ്ട് കേട്ടോ, രാജാവിനൊരു സ്പേസ് ഉണ്ട്. എങ്കിൽ പോലും അത് പ്രാകാരമാണ്, അവിടെയേ നിൽക്കാൻ കഴിയൂ. അവിടെ നിന്നുകൊണ്ട് പുരോഹിതൻ അവിടെ ധൂപം അർപ്പിക്കുന്ന ആ സമയം ഇവിടെ നിൽക്കുന്ന സാമാന്യജനം, ബാക്കി ഗോത്രക്കാരെല്ലാം അറിയുന്നുണ്ട്, കടന്നു വന്നിട്ടുള്ളവരെല്ലാം അറിയുന്നുണ്ട്. അവരും നിൽക്കുന്നിടത്തുനിന്ന് ഒരടി പിന്നിലേക്ക് മാറും. ഇസ്രായേൽ ജനം പ്രാകാരത്തിൽ ധൂപാർപ്പണ സമയത്ത് നിൽക്കുന്ന ഇടത്തു നിന്ന് ഒരടി പിന്നിലേക്ക് മാറും. എന്നിട്ട് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴും. നമ്മുടെ ഈ ന്യൂജൻ പാസ്റ്റർമാരൊക്കെ കൈയൊക്കെ വെക്കുമ്പോൾ ആളുകൾ പുറകോട്ട് മലന്ന് വീഴില്ലേ? മലന്നല്ല വീഴുന്നത് കേട്ടോ, കമിഴ്ന്ന് വീഴുകയാണ്. പുസ്തകം മുഴുവൻ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന വീഴ്ചകളൊക്കെ കമിഴ്ന്ന് വീഴുകയാണ്. ദാനിയേൽ കമിഴ്ന്ന് വീണിട്ടുണ്ട്, യെസക്കിയേൽ കമിഴ്ന്ന് വീണിട്ടുണ്ട്. അങ്ങനെ പല ഭക്തന്മാരും ദൈവസന്നിധി കമിഴ്ന്ന് വീണായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഇസ്രായേലിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യം വിശദമാക്കുമ്പോഴും നമ്മൾ ഈ ചരിത്രം പഠിക്കും.
ഇസ്രായേലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവർ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുകയാണ് അല്ലേ. സാമാന്യജനവും അതുപോലെ പുരോഹിതനും എല്ലാം ദൈവസന്നിധിയിൽ ഭയഭക്തിയിലാണ് നിൽക്കേണ്ടത്. ആ സമയത്ത് ഭയങ്കര നിശബ്ദതയായിരിക്കും. യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഭയങ്കരമായി അവിടെ വെളിപ്പെടുന്ന നിമിഷങ്ങളാണത്. ധൂപം സ്വർഗത്തിലേക്ക് ഉയരുന്ന നിമിഷങ്ങൾ. അതിൽ സംപ്രീതനാകുകയാണ് ദൈവം. അവരുടെ ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. യാഗാർപ്പണത്തിൽ അവസാനിക്കുകയല്ല. യാഗാർപ്പണം നടത്തി യാഗരക്തം അകത്ത് തളിച്ച് പിന്നീട് പരിമള ധൂപാർപ്പണം നടത്തി ആ ധൂപത്തിൽ ദൈവം പ്രസാദിച്ച് പുരോഹിതൻ വെളിയിലേക്ക് വന്ന് യാഗപീഠത്തിലിരിക്കുന്ന യാഗവസ്തു ദഹിച്ച് വെണ്ണീറായി തീരണം. അതിൻ്റെ ചാരമായി തീരണം. അത് അങ്ങനെയാണ് ആ ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടുന്നത്. പഴയ നിയമത്തിൻ്റെ കാര്യങ്ങളായി പറയുന്നത്. അതിൽ ഈ പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ആ കാര്യങ്ങൾ നമ്മുടെ മുൻകാല സ്റ്റഡികളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് അതിലെ ഓരോ കാര്യങ്ങളും, നറുംപശയെക്കുറിച്ച് 1-2 സെഷനുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങൾ, ഗുൽഗുലു, ഹൽബാനപ്പശ, നിർമ്മല സാമ്പ്രാണി എന്ന് വേണ്ട ഈ ഓരോന്നിനെയും കുറിച്ചും, അതായത് ഈ പറയപ്പെടുന്ന ചെടികളൊക്കെ എങ്ങനെയാണ് വളർന്നു വരുന്നത്, അതിൽ നിന്ന് ആ മരക്കറയൊക്കെ പുറത്തേക്ക് എടുക്കുന്നത് എങ്ങനെയാണ്, അത് പിന്നീട് ഇങ്ങനെയുള്ള പൗഡർ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ മെസ്സേജുകളൊക്കെ പറ്റിയാൽ റീപോസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാം. അതൊക്കെ വീണ്ടും വിശദമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമ ക്രിസ്ത്യാനിത്വം അതിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളാണ് അതിലൂടെ നമ്മൾ വിശദമാക്കി കൊണ്ടുവന്നത്. ഈ വിഷയത്തിൻ്റെ ഏറ്റവും ഗൗരവമായ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ വരികയാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമായി പഠിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി 30-ാം അധ്യായത്തിൻ്റെ തന്നെ തുടക്കത്തിൽ ധൂപം കാട്ടുവാനൊരു ധൂപപീഠം വേണം എന്ന കാര്യമാണ് പറഞ്ഞു തുടങ്ങുന്നത്, അതിൻ്റെ ആദ്യ വാക്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഈ 30-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന മെനോറ അഥവാ ആ വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെ കത്തണം. സന്ധ്യയ്ക്ക് മഹാപുരോഹിതൻ കടന്നു വന്ന് ആ വിളക്ക് തുടച്ച് അതിൽ എണ്ണയൊഴിച്ച് അത് കത്തിക്കുന്ന സമയമുണ്ട്. ആ കത്തിക്കുന്ന സമയത്ത് ഈ ധൂപ കലശം ഉപയോഗിച്ചുകൊണ്ട് മഹാപുരോഹിതൻ ഈ വിളക്കിൻ്റെ മുമ്പാകെ ധൂപം കാണിക്കണം. ധൂപകലശം ഉപയോഗിച്ച്. ഈ യാക്കോബായ ഓർത്തഡോക്സ് മർത്തോമ സമൂഹങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ പറയുന്നത്. അവിടെ ധൂപക്കുറ്റി വീശുന്ന ഒരു രീതിയുണ്ടല്ലോ. അവർ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞു നിന്നിട്ട് കാണുന്നിടത്തേക്കൊക്കെ ധൂപക്കുറ്റി വീശുമല്ലോ. എവിടെ നിന്നാണ് ഈ വീശൊക്കെ വന്നത്? ഈ വീശു വന്ന വാക്യം ഇപ്പോൾ വായിച്ചത്. അഹ്റോൻ അതിന്മേൽ സുഗന്ധ ധൂപം കാണിക്കണം. ധൂപപീഠത്തിലാണ് ധൂപം അർപ്പിക്കുന്നത്, അത് മറ്റൊരു സബ്ജക്റ്റ്. എന്നാൽ ഈ വിളക്ക് തുടയ്ക്കുന്ന സമയത്ത്, വൈകുന്നേര സമയം, ആ സമയത്ത് അതിൽ ധൂപം കാണിക്കണം. അതുപോലെ തന്നെ ഈ ദീപം തുടയ്ക്കുന്ന സമയത്തും ദീപം കൊളുത്തുന്ന സമയത്തും 2 സമയമാണ് പറയുന്നത്. ഒന്നത് തുടയ്ക്കുന്ന സമയം, പിന്നീട് ദീപം കൊളുത്തുന്ന സമയം. ഈ 2 സമയത്തും അതിൽ ധൂപം കാണിക്കണം. അതായത് ഈ ധൂപകലശം ഉപയോഗിച്ച് അതിലേക്ക് ധൂപം കാണിക്കും. ധൂപകലശം എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ. ധൂപകലശം ഉപയോഗിച്ച് അതിൽ ധൂപം കാണിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അഹ്റോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധ ധൂപം കാട്ടണം. അത് തലമുറയായി യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപമായിരിക്കണം. ഇത് വെച്ചിട്ടാണ് ഈ പൗരോഹിത്യ സഭകളിൽ മിക്കവാറും കാത്തലിക് ഓർത്തഡോക്സ് ആ സെക്ടറിലുള്ളവരെല്ലാം അവരുടെ ഈ മദ്ബഹായിൽ നിരന്തരമായി ധൂപം കാണിക്കുന്നതും, അതുപോലെ ത്രോണോസിൻ്റെ നേരെയും ജനത്തിന് നേരെയും ഈ ക്രൂശിന് നേരെയൊക്കെ അവരിങ്ങനെ ധൂപം കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം ഈ നിരന്തര ധൂപം എന്നുള്ള ആ ഒരു കാര്യം വെച്ചിട്ടാണ്. പഴയ നിയമത്തിൽ അവിടെ കാണിക്കുന്ന കാര്യമുണ്ടല്ലോ, അത് ഇവർ കണ്ടിന്യൂ ചെയ്യാണ്. അതായത് ഇതൊക്കെ അവിയിൽ വരുവാണെന്നുള്ളതാണ്. ഈ പഠനങ്ങളിലേക്കൊക്കെ വന്നാൽ വലിയ ത്രില്ലുള്ള പഠനങ്ങളാണ് സഹോദരങ്ങളെ. ബഹുഭൂരിപക്ഷം പേര് കാര്യങ്ങളൊന്നും കേൾക്കാൻ ഉത്സാഹിക്കില്ല. ഇപ്പം തന്നെ നമ്മുടെ അടുത്ത് നിന്ന് എത്ര പേര് പോയി എന്ന് എനിക്കറിയില്ല. ഭയങ്കരമായി ബോറടിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ. പക്ഷേ പഠനത്തിന് ആഗ്രഹമുള്ളവർ, സത്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർ, പുതിയ നിയമത്തിൻ്റെ ഡെപ്ത് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു മടുപ്പും ഉണ്ടാകില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഒരു മടുപ്പും ഉണ്ടാകില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക്, നമ്മളതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വന്നു. ഇനി 10-ാം വാക്യത്തിലേക്ക്, നമ്മളതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വന്നു. ഇനി 9-ാം വാക്യത്തിലേക്ക് വരികയാണ്. 9 നമ്മൾ കാണുന്നത്, നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ ഹോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത്, അതിന്മേൽ പാനീയാവ് ഒഴുക്കുകയും അരുത്. സഹോദരങ്ങളെ, ഇവിടെയാണ് നാദാബിനെയും അബീഹുവിനെയും ഒക്കെ പഠിക്കേണ്ടത്. അവിടെ പറഞ്ഞത്, നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ ഹോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത്, അതിന്മേൽ പാനീയാവ് ഒഴിക്കരുത്. നാദാബും അബീഹു എന്താ ചെയ്തത്?
യാഗപീഠത്തിൽ നിന്നുള്ള തീക്കനൽ ധൂപപീഠത്തിൽ കൊണ്ടുവരേണ്ടതിന് പകരം വെളിയിൽ നിന്ന് തീക്കനൽ കൊണ്ടുവന്നു. എന്നിട്ടാണ് ഡിസ്കോ ഡാൻസ് നടത്തിയത്. അല്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ബാക്കി ഓക്കെ ആയാൽ പോരാ, മുഴുവനും ഓക്കെ ആകണം. അങ്ങനെ ബാക്കി കാര്യങ്ങൾ ഓക്കെ ആയാൽ പോരെന്നേ, മുഴുവനും ഓക്കെ ആകണം. അല്ല, 84 വയസ്സുണ്ടല്ലോ ഡാൻസ് കളിക്കാൻ മേലെന്ന് ചോദിച്ചാൽ 84 അല്ല 184 വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യങ്ങളെല്ലാം ഓക്കെ ആകണം. ഓക്കെ ആയില്ലെങ്കിൽ അതിലൊന്നും പ്രസാദിക്കില്ല, അടിമേടിക്കും. നോക്കണം, സമാഗമന കൂടാരത്തിലെ മറ്റ് ശുശ്രൂഷകൾ പോലെയല്ല ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കുക എന്ന് പറയുന്നത്. ഏറ്റവും സീരിയസ് ആയ കാര്യമാണ്. നമ്മൾ പുതിയ നിയമത്തിൽ പറയുമ്പോൾ എങ്ങനെ പറയും? ആത്മാവിലുള്ള ആരാധന. അത് പാളിപ്പോയാൽ പോക്കാന്ന് കൂട്ടിക്കോ. തോന്നിയതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് അന്യധൂപമായിട്ടും അന്യാഗ്നിയുമായിട്ടൊക്കെയാണ് പരിഗണിക്കപ്പെടുന്നത്. 2 കാര്യമാണ് പറയുന്നത്. അത് അന്യധൂപവും അന്യാഗ്നിയുമായിട്ട് പരിഗണിക്കപ്പെടും. അന്യധൂപം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയപ്പെട്ട 5 കൂട്ടം കാര്യങ്ങൾ നേർമയായി പൊടിച്ച് ധൂപപീഠത്തിൽ കൊണ്ടുവരേണ്ടതിന് പകരം, അല്ലെങ്കിൽ ധൂപകലശത്തിലും എടുക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ്. അതിന് പകരം വേറെ കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അവിടെ കൊണ്ടുവരേണ്ട തീക്കനൽ യാഗപീഠത്തിൽ നിന്നാണ്, അതിന് പകരം വേറെ തീക്കനൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊന്നും ആത്മാവിലുള്ള ആരാധനയുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനായിട്ട് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. അതായത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മാവിലുള്ള ആരാധന എന്ന വിഷയം പറയുമ്പോൾ ഇപ്പം പറഞ്ഞതുപോലെ യാഗപീഠത്തിൽ നിന്ന് തന്നെ തീക്കനൽ ധൂപപീഠത്തിൽ കൊണ്ടുവരണം. അതായത് യാഗപീഠം എന്താ കാണിക്കുന്നത്? ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ക്രൂശുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ധ്യാനത്തെങ്കിൽ തീ കത്തുമെന്ന്. എന്താ ധ്യാനിക്കുന്നത്? ക്രൂശിനെയാണ് ധ്യാനിക്കുന്നത്. ക്രൂശിനെ മുൻനിർത്തിക്കൊണ്ടാണ് ധ്യാനം ആരംഭിക്കുന്നത്. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെയാണ് ഉയർത്തുന്നത്. ക്രൂശിലല്ലാതെ ഒന്നും പറയാനില്ലല്ലോ. ആ കാര്യങ്ങളെ കണ്ടുകൊണ്ട് രക്ഷയ്ക്കായി നമുക്ക് വേണ്ടി ഒരുങ്ങിയത് കാൽവറിയിലെ ക്രൂശാണ്. അത് ധ്യാനിച്ചുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കാൻ കഴിയൂ. അത് ധ്യാനിച്ചുകൊണ്ടാണ്. അതിന് പകരം ഈ ന്യൂജൻ പെന്തിക്കോസ് എന്നൊക്കെ പറയുന്ന കൂട്ടങ്ങളിലെല്ലാം ഡിസ്കോ ഡാൻസുകളാണ് നടക്കുന്നത്. ബാക്കി പെന്തിക്കോസ്റ്റും ഏതാണ്ട് അതിലേക്ക് ഒലിച്ചുപോയി. ഒലിച്ചു പോകുക എന്ന് പറഞ്ഞാൽ മലവെള്ളത്തിൽ ഒലിച്ചുപോയി എന്ന് കേട്ടിട്ടില്ലേ? ഉരുള് പൊട്ടിയപ്പോൾ ഇത്ര ആൾക്കാർ ഒലിച്ചുപോയി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ ക്ലാസിക്കൽ പെന്തിക്കോസ് എന്ന് പറയുന്നത് ഒലിച്ചുപോയി. ഒലിച്ചു പോകാതെ കണ്ട വേരിലും കണ്ട മരമുട്ടിയിലും അവിടെ എവിടെയെങ്കിലുമൊക്കെ കച്ചിത്തുരുമ്പിൽ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അല്ലാത്തൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഒലിച്ചു പോയവരെ സംബന്ധിച്ച് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. അതേസമയം ഈ സത്യം ഗ്രഹിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സീരിയസ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്താ കണ്ടത്? അന്യധൂപമോ അന്യാഗ്നിയോടെ കൊണ്ടുവരാൻ കഴിയില്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയ കാര്യമല്ലേ? വളരെ സീരിയസ് ആയ കാര്യമാണ്. ഇനി നമ്മൾ നേരെ പുതിയ നിയമത്തിലേക്ക് വരിക സഹോദരങ്ങളെ. മൊത്തത്തിൽ ഒത്തിരി വിശദീകരിക്കാൻ സാവകാശമില്ല. മിനിമം കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അത് വെച്ചിട്ട് ബാക്കിയുള്ളവർ പഠിച്ചോണം. ഇനി നമ്മൾ നേരെ പുതിയ നിയമത്തിലേക്ക് വരികയാണ്. പഴയ നിയമകാലത്തെ ആരാധനയുടെ കാര്യം പറഞ്ഞു. അത് സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ് ആരാധന നടക്കുന്നത്. പുരോഹിതന്മാരാണ് അവിടെ ധൂപം അർപ്പിക്കുന്നത്. ജനമെല്ലാം വെളിയിലായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് പിന്നത്തേതിൽ നടക്കുന്ന കാര്യങ്ങളാണ് അവിടുത്തെ പാട്ടും മറ്റും ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ. അതൊക്കെ വേറെ സബ്ജക്റ്റുകൾ. അല്ലാതെ പുരോഹിതൻ അവിടെ ഡാൻസ് കളിക്കുന്നൊന്നുമില്ല. നമ്മളിന്ന് പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരാണ്, പുതിയ നിയമത്തിൻ്റെ ആരാധനക്കാരാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാവിൽ ആരാധിക്കാൻ വരുമ്പോൾ അവിടെ നൃത്തവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല. ഇനി നമുക്ക് യോഹന്നാൻ 4:23-24 വായിക്കാം. 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അതാണ് സീരിയസ് വാക്യം. 23-ാം വാക്യം. സത്യനമസ്കാരികൾ, അതായത് പുതിയ നിയമത്തിൻ്റെ ആരാധനക്കാർ എത്തരക്കാരായിരിക്കണം? അവർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇത്തരക്കാരായിരിക്കണം, ഇങ്ങനെയുള്ളവർ ആയിരിക്കണം. ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നവർ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ അഥവാ അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഞാൻ ഒത്തിരി യാക്കോബായ ഓർത്തഡോക്സ് സഹോദരങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഈ വാക്യം നിങ്ങൾക്കും ബാധകമാണല്ലോ, കാത്തലിക്സിനും ബാധകമാണ്. നിങ്ങൾ എങ്ങനെ പരിഗണിക്കും ഈ വാക്യം? അവരെല്ലാം ചാടിക്കേറി പറയുന്ന ഉത്തരം എന്ന് പറയുന്നത്, ഞങ്ങൾ അർപ്പിക്കുന്ന കുർബാനയാണ് ആത്മാവിലും സത്യത്തിലുള്ള ആരാധന എന്നാണ്. എങ്ങനെയാ? ഞങ്ങൾ അർപ്പിക്കുന്ന കുർബാനയാണ് ആത്മാവിലും സത്യത്തിലുള്ള ആരാധന എന്നാണ് അവർ പറയുന്നത്. ആ സാധുക്കൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല.
കാര്യങ്ങൾ ചേഞ്ച് ആയതും അവർ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ തന്നെ അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് സത്യം. കാര്യങ്ങൾ എന്തറിഞ്ഞെന്ന് ഈ പറയുന്ന ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ അറിഞ്ഞിട്ടുണ്ടോ? പഴയ നിയമം എന്ന് പറയുന്ന നിഴലാണ് സഹോദരങ്ങളെ. അത് അങ്ങനെ തന്നെ പുതിയ നിയമത്തിൽ കൊണ്ടുവരുവാനായിട്ട് അനുവാദമില്ല. നിങ്ങൾ ധൂപകലശത്തിൽ ധൂപം കാണിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മദ്ബഹായിലും ത്രോണോസിലും അവിടെ ഇവിടെയൊക്കെ കാണിക്കുകയാണെങ്കിൽ അവിടെ വിളക്കും കൂടെ കൊണ്ടുവയ്ക്കണം. വിളക്ക് വെക്കണ്ടേ? അവിടെ മേശമേൽ കാഴ്ചയപ്പം വെക്കണ്ടേ? ധൂപകലശം മാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നാ പരിപാടിയാണ്? സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുകയാണ്, ധൂപകലശം ഉപയോഗിച്ച് ധൂപം വീശുന്ന കാര്യമാണ് കണ്ടത്. അത് വിളക്കിന് മുമ്പാകെ വീശുന്ന കാര്യം ഇപ്പോൾ കണ്ടത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന യാക്കോബായ, ഓർത്തഡോക്സ്, മർത്തോമ, പിന്നെ ഏതാ കാത്തലിക്ക്, പിന്നെ നമ്മുടെ നെസ്റ്റോറിയൻസ്, പിന്നെ നമ്മുടെ അങ്ങനെ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. ഇത്തരക്കാരൊക്കെ സമാഗമന കൂടാരം എന്തുകൊണ്ട് പണിയുന്നില്ല, അല്ലെങ്കിൽ യെരൂശലേം ദേവാലയം എന്തുകൊണ്ട് പണിയുന്നില്ല? ചുമ്മാ ഒരു പള്ളിയാണെന്നും പറഞ്ഞ് എന്തോ ഒരു കെട്ടിടം പണിത് വെച്ചിരിക്കുകയാണ്. പള്ളിയാണത്രേ. അതിന് നീളവും വീതിയൊക്കെ ഇവിടെ പറഞ്ഞിട്ടില്ലേ? യെരൂശലേം ദേവാലയത്തിന് നീളവും വീതിയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ നീളത്തിലും വീതിയിലും പണിയണം. പ്രാകാരം വേണം, വിശുദ്ധ സ്ഥലം വേണം, അതിപരിശുദ്ധ സ്ഥലം വേണം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വേണം. വിളക്ക് വേണം, മേശ വേണം, മേശമേൽ അപ്പം വേണം. അപ്പോൾ പറയും അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ കാസായും പീലാസായും കണ്ടില്ലേ, അതൊക്കെയാണ് അതിൻ്റെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു വരും. അങ്ങനെ പറഞ്ഞാൽ അത് ഒക്കുവോ? അങ്ങനെ പറഞ്ഞാൽ കൂട്ടിമുട്ടുമെന്നാണ് ഞാൻ ചോദിച്ചത്. കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ആത്മീയമായി പറയും, കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ തന്നെ വീശിക്കൊണ്ടിരിക്കും. അതെന്ത് വ്യാഖ്യാന ശാസ്ത്രമാണ് എൻ്റെ പൊന്നച്ചന്മാരെ? നിങ്ങൾ ഡോക്ടറേറ്റും MTH ഒക്കെ ഉള്ളവരല്ലേ? നിങ്ങൾ വിസ്തൃതമായ സെമിനാരികളിൽ പഠിച്ചിട്ട് വന്നു എന്നല്ലേ പറയുന്നത്? നിങ്ങളുടെ ആൾക്കാർ പുകഴുന്നത് 15, 20 കൊല്ലം പഠിച്ചെന്നൊക്കെ പറഞ്ഞാൽ. ഞങ്ങൾ അത്രയൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ മഹാകൃപയാൽ വെളിപ്പെട്ട് കിട്ടിയ കാര്യമായി പറയുന്നത്. പിതാവ് ആത്മാവാകുന്നു. ആ പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അത് പുതിയ നിയമത്തിൻ്റെ ആരാധനയാണ്. അപ്പോൾ പഴയ നിയമത്തിലോ? പഴയ നിയമത്തിൽ അവർ സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ചതുപോലെയാണ് അവരുടെ ആരാധന കാര്യങ്ങളൊക്കെ. അപ്പോൾ കാൽവറിക്ക് ശേഷം, കുറച്ചും കൂടെ സ്പഷ്ടമായി പറഞ്ഞാൽ മാളികമുറിക്ക് ശേഷം കാര്യങ്ങൾ എങ്ങനെയാണ് മാറി മറിഞ്ഞത്? അതായത് യെരൂശലേം ദേവാലയത്തിലെ ആരാധനാ സമ്പ്രദായങ്ങളെയെല്ലാം സ്വർഗത്തിലെ ദൈവം റദ്ദാക്കി. എന്നിട്ട് പുതിയൊരു ആരാധനാക്രമം ആരംഭിച്ചു. ശമരിയാക്കാരിയോട് പറഞ്ഞ ഈ കാര്യം പ്രവൃത്തിപഥത്തിലേക്ക് വരികയാണ്. സത്യനമസ്കാരികൾ ഇതാ ആരാധിക്കാൻ ആരംഭിക്കുകയാണ്. അന്ന് ഒരേ ഒരു ആരാധനാലയമേ ഉള്ളൂ. ഒരേ ഒരു ആരാധനാലയം, അതാണ് യെരൂശലേം ദേവാലയം ഈ പറയപ്പെട്ട സമയത്ത്. അതിനു മുമ്പായിരുന്നല്ലോ സമാഗമന കൂടാരമൊക്കെ. ഇപ്പോൾ യെരൂശലേം ദേവാലയം അല്ലേ അതിൻ്റെ വിശുദ്ധ സ്ഥലത്തല്ലേ ആരാധന നടക്കുന്നത്? എന്നാൽ ആ കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു, റദ്ദ് ചെയ്തിരിക്കുന്നു. പുതിയ ക്രമം ഇവിടെ ആരംഭിക്കുകയാണ്. പുതിയ ക്രമം. ആ ക്രമപ്രകാരം അവിടെ കൂടിയിരിക്കുന്ന 120 പേരെയും അത്യുന്നതനായ ദൈവത്തിൻ്റെ മന്ദിരമായി ഉയർത്തിയിരിക്കുന്നു. അവരെല്ലാം മന്ദിരമായി മാറിയിരിക്കുകയാണ്. അവരോരോരുത്തരും അവിടെ കൂടിയിരിക്കുന്ന 12 പിന്നെ ശേഷം 120 പേരും അവരെല്ലാം തേജോമനായ ദൈവത്തിൻ്റെ മന്ദിരമായി മാറിയിരിക്കുന്നു. ആ മന്ദിരത്തിലേക്ക് ദൈവ തേജസ് ഇറങ്ങി വന്നു. ആത്മാവാം ദൈവം അതിലേക്ക് ഇറങ്ങി വന്നു. അവരുടെ ആരാധന സ്വീകരിക്കുകയാണ്. എങ്ങനെയാ? അവർ പരിശുദ്ധാത്മാവിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയാണ്. ഇപ്പോൾ ആരാധനയുടെ ഇടം മാറി. യെരൂശലേം ദേവാലയത്തിൽ അന്നാസും കയ്യഫാസും ഒക്കെ അവിടെ ധൂപം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് മഹത്വം പോയി ആ മഹത്വം ഈ 120 മന്ദിരങ്ങളിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ഇവരുടെ ആരാധനയിൽ ദൈവം സംപ്രീതനായി. അതിനൊരു വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം 1:10. ഈ റെഫറൻസൊക്കെ പുതുതായി കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ അറിയാവുന്നവർ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിലേക്ക് നമ്മൾ പുതിയ നിയമത്തിലെ ഒരു വാക്യം വായിക്കുകയാണ്. റോമാലേഖനം 1:10. അവിടെ നമ്മൾ കാണുന്നത്, തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ആ വാക്യം പൂർത്തീകരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. യെരൂശലേം ദേവാലയത്തിൻ്റെ പ്രാകാരത്തിൽ പോയി ബെന്യാമിൻ ഗോത്രക്കാരനായ ഈ പൗലോസ് നിന്നിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിൽ. അവിടെ പുരോഹിതന്മാർ അകത്ത് വിശുദ്ധ സ്ഥലത്ത് ധൂപം അർപ്പിക്കുന്ന സമയത്ത് താനും ഞാൻ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണിട്ടുണ്ട്. ആ ആരാധനയുടെ ഭാഗമായി തീർന്നിട്ടുണ്ട്. തനിക്ക് വേണ്ടി പുരോഹിതൻ അർപ്പിക്കുന്ന ആരാധനയിലെ സുഗന്ധധൂപം ദൂതന്മാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് താൻ വിശ്വസിച്ചിരുന്നു ഇന്നലകളിൽ. പക്ഷെ മാളികമുറിക്ക് ശേഷം
അപ്പോസ്തലന്മാർ ആത്മാവിലുള്ള ആരാധനയിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി തീർന്നു പൗലോസ്ലീഹയും. തന്നെ റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയാണ്, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷിയെന്ന്. വീണ്ടും ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം എന്താ കാണുന്നത്? അവിടെ വായിക്കുന്ന, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അവിടെയും പൗലോസ് പറയുന്നുണ്ട്, നാമല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. നാമല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. 2 വാക്യം നിങ്ങളുടെ മുമ്പാകെ വെച്ചു. ഒന്ന് ഫിലിപ്പി ലേഖനത്തിൽ നിന്നും ഒന്ന് റോമാലേഖനം 1:10. 2 വാക്യവുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, യെരുശലേം ദേവാലയത്തിലെ ആരാധന ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആരാധന ഞാനെന്ന കൂടാരത്തിൽ എൻ്റെ ആത്മാവിലാണ് ആരാധന നടക്കുന്നത്. എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, ഞാനെന്ന മന്ദിരത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം തൻ്റെ മഹത്വത്തോടെ വസിക്കുന്നു. അവിടെ ആരാധനയിൽ എന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ആത്മാവിൽ ആരാധിക്കുകയാണ്. അതാണ് പുതിയ നിയമത്തിൻ്റെ ആരാധന. പഴയ നിയമത്തിൻ്റെ ആരാധന ഷിഫ്റ്റ് ചെയ്തെന്നേ. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കൂട്ടിക്കുഴച്ചുകൊണ്ട് ആൾക്കാർ ഡാൻസ് കളിക്കാന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്ന കാര്യം വിശുദ്ധ സ്ഥലത്താണ് നടക്കുന്നതെങ്കിൽ, പുതിയ നിയമത്തിലുള്ള ആരാധന എൻ്റെ ഉള്ളത്തിലാണ് നടക്കുന്നത്. ഇനി കുറച്ചും കൂടെ കടത്തി പറയാം. പുതിയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു ബിൽഡിങ്ങിൽ കയറിയിരുന്നല്ല പുതിയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത് ദീർഘമായൊരു വിഷയമാണ്. അതിൻ്റെ ആരംഭം കുറിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് റോമാലേഖനം 12:1-2 വാക്യം. അവിടെ നമ്മുടെ ശരീരത്തെ യാഗമായി സമർപ്പിക്കേണ്ടതിനുള്ള ആഹ്വാനം വരുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുൻപോട്ട് വരുന്ന ഒരുവൻ്റെ ശരീരം സമ്പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് വരണം. അത് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരണം. അതിനെ അത്യുന്നതനായ ദൈവത്തിൻ്റെ മന്ദിരമായി മാറ്റണം. അതായത് പർവ്വതത്തിലെ മാതൃക പ്രകാരം ഈ മന്ദിരം അതിൻ്റെ നിലയിൽ അത് പുനഃക്രമീകരിക്കണം, ആ നിലയിൽ ഒരുക്കണം. അങ്ങനെ ദൈവസാന്നിധ്യം ഇതിനകത്തേക്ക് ഇറങ്ങി വരികയല്ലേ. അവിടെ തുടങ്ങുകയാണ് എൻ്റെ ശരീരത്തിൻ്റെ സമർപ്പണത്തിലൂടെ. അതേ അധ്യായത്തിൽ തന്നെയുണ്ട് എൻ്റെ ദേഹിയുടെ സമർപ്പണം. അതേ അധ്യായത്തിൽ തന്നെയുണ്ട് എൻ്റെ ആത്മാവിൻ്റെ സമർപ്പണം. എന്നുവെച്ചാൽ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് ഞാൻ വരികയാണ്. ഞാൻ അത്യുന്നതിൻ്റെ മന്ദിരമായി മാറുകയാണ്. അപ്പോൾ ഈ ആരാധന നടക്കുന്ന ഇതിനകത്താണ്. അങ്ങനെ ആരാധന ഇതിനകത്ത് നടക്കുമ്പോൾ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായ നിലയിൽ പലപ്പോഴും നാം അനുഭവിക്കാറുണ്ട്. അങ്ങനെ അനുഭവിക്കുന്ന സമയങ്ങളിൽ ഞാൻ മുൻകാലത്ത് പറഞ്ഞിട്ടുണ്ട്, ആ ഹെവി പവറാണ് അവിടെ റിലീസ് ചെയ്യുന്നത്. ആ കാരണത്താൽ നമുക്ക് ചിലപ്പോൾ താങ്ങാൻ കഴിയാതെ വരും. അത് ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു എന്നുള്ള നിലയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കൈകളൊക്കെ അടിക്കുന്നതും ചില സമയത്ത് ശരീരം അനങ്ങും കുലുങ്ങും ഒക്കെ ചെയ്യും. പക്ഷെ അത് നിർബന്ധമല്ല. അങ്ങനെ ഒരു ഉപദേശമല്ല നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ സംഭവിക്കാം എന്ന് മാത്രം. അതിൻ്റെ ശരിയായൊരു വിശദീകരണം ഞാൻ തരാം. അതായത് പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ സീനായി പർവ്വതത്തിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നു. നമുക്കറിയാം, പശ്ചാത്തലം മുഴുവനും അറിയാം. അങ്ങനെ ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ സീനായി പർവ്വതം നിന്ന് കുലുങ്ങുകയാണ്, മുട്ടാടുകളെ പോലെ നിന്ന് വിറയ്ക്കുകയാണ്. ദൈവസാന്നിധ്യം താങ്ങാൻ കഴിയാതെ സൃഷ്ടാവിൻ്റെ മുമ്പാകെ പ്രകൃതി നിന്ന് കുലുങ്ങുകയാണ്. 19-ാം അധ്യായത്തിന് ശേഷം നമ്മൾ 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, മോശ വഴി ഇസ്രായേലിനോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അതാണ് തിരുനിവാസം അഥവാ സമാഗമന കൂടാരം. ആ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയാണ് പിന്നീടുള്ള അധ്യായങ്ങൾ മുഴുവൻ നമ്മൾ കാണുന്നത്. അങ്ങനെ 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുന്നു. അതേ സെയിം കാര്യം തന്നെ ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുന്ന കാര്യം അവിടെ കാണുന്നത്. അങ്ങനെ 9-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ അവസാന പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുകയാണ് കൂടാരത്തിലേക്ക്. ദൈവമഹത്വം ഇറങ്ങി വരികയാണ്. സൗരങ്ങളെ കൂടാരം അശേഷം ചലിച്ചില്ല. ഇതാണ് മർമ്മം. ദൈവത്തിൻ്റെ മഹത്വം അതിശക്തിയോടെ കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നു. കൂടാരം നിന്ന് വിറച്ചില്ല, മുട്ടാടുകളെ പോലെ കുലുങ്ങിയില്ല. വലിയ ദൈവശക്തി കടന്നു വരുമ്പോൾ ഉരുളും മറിയും എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. നീ അങ്ങനെയല്ല നമ്മൾ ഈ പഠനത്തിൽ കാണുന്നത്. എന്നാൽ ചില സമയത്ത് ദൈവം അനുവദിക്കും. അത് തിരിച്ചറിയാൻ പാകത്തിന് ചിലപ്പോൾ അനുവദിക്കുന്ന സമയത്ത് ആളുകൾ എന്താ പറയുക, ഷിവറിങ് ഒക്കെ ഉണ്ടാകും, അനങ്ങും, അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ സംഭവിക്കാം.
പക്ഷെ ഒരുവൻ പറയാണ്, ഞാൻ ഇന്ന് ഉരുളാൻ പോവുകയാണ്, മറിയാൻ പോവുകയാണ്, ദൈവശക്തി വരും, കാണിച്ചു തരാം, ഇപ്പം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന അർത്ഥം. ഒരിക്കലും ഡാൻസ് കളിക്കാൻ വേണ്ടി യഹൂദന്മാരാരും ദൈവസന്നിധിയിലേക്ക് പോയിട്ടില്ല. അവർ ഡാൻസ് കളിക്കാനല്ല പോയത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധന അർപ്പിക്കാനാണ് പോയത്. അതിൻ്റെ ഭാഗമായി അവർ വെളിയിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അത് യഹൂദന്മാരുടെ കാര്യം. നാം യഹൂദന്മാരല്ല, നാം സമാഗമന കൂടാരത്തിലല്ല വന്നിരിക്കുന്നത്. നാം പുതിയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്നവരാണ്. പുതിയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്നവരാണ്. ആത്മാവിലും സത്യത്തിലുള്ള ആരാധന എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം, രണ്ട് നദികൾ ഒന്നായി ചേരുന്നത് പോലെ, ഒരു ഇലക്ട്രിക് കമ്പിയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ, 360 kV എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനത്തെ വലിയ KV-യിലൂടെയൊക്കെ ഈ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ. അല്ലാതെ വേറൊരു കമ്പി ഉണ്ടല്ലോ, ഈ 40-ൻ്റെ ബൾബ് കത്തുന്ന ആ കമ്പി, ചുമ്മാ ഒരു ചെറിയ കമ്പി കൂടെ കറണ്ട് വരില്ലേ? വലിയ പങ്കും ആ 40-ൻ്റെ ബൾബ് കത്തുന്ന ആ ഒരു രീതിയിൽ മാത്രമാണ് കത്തുന്നത്. അതേസമയം വലിയ കൂടംകുളത്തുനിന്നൊക്കെ വരുന്ന ലൈനുണ്ട്. ആ ലൈനിലൂടെ വരുന്ന ആ കമ്പിയുടെ പരിസരത്ത് പോലും നമുക്ക് നിൽക്കാൻ കഴിയില്ല. അടിച്ച് തെറിപ്പിച്ച് കളയും, പുകച്ച് കളയും. അത്ര വലിയ പവറാണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ആത്മാവിലുള്ള ആരാധനയിൽ ഓരോരുത്തരും വ്യത്യസ്ത നിലയിലാണ് ഇത് അനുഭവിക്കുന്നത്. വ്യത്യസ്ത നിലയിൽ ആ പവർ, അല്ലേ? ഓരോരുത്തർ വ്യത്യസ്ത നിലയിലാണ് ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത്, ദൈവശക്തി അനുഭവിക്കുന്നത്. ചിലർക്ക് അതിന് വലിയ വാഞ്ചയുണ്ടായിരിക്കും. ചിലർ ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനി എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എല്ലാ മാസവും പാസ്റ്റർക്ക് ദശാംശം കൊണ്ടുപോയി കൊടുക്കുക, എൻ്റെ കാര്യം തീർന്നു, പുള്ളി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും, ഞാനിനി ഒന്നും അറിയണ്ട. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. അവരങ്ങനെ അലക്ഷ്യമായി ജീവിച്ചു പോകുന്നു. അതേസമയം വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഗൗരവത്തിലേക്ക് വരുന്നവരാണ്. അപ്പോൾ എന്താ നമ്മൾ ഇത്ര നേരം കൊണ്ട് കണ്ടെത്തിയ കാര്യങ്ങൾ? പഴയ നിയമ ആരാധന അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ നിയമ ആരാധന എവിടെയാണ്? എൻ്റെ ആത്മാവിലാണ്. ഏതെങ്കിലും പെന്തിക്കോസുകാരുടെ ചർച്ച് ബിൽഡിങ്ങിലല്ല പുതിയ നിയമ ആരാധന നടക്കുന്നത്. എൻ്റെ ആത്മാവിലാണ് ആരാധന നടക്കുന്നത്. അവിടെയാണ് ത്രിയേകനാം ദൈവം എൻ്റെ ആരാധന സ്വീകരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. റോമാലേഖനം 12-ന്റെ 1-2 വാക്യം വെച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു ആരാധനാ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിന് ഞാൻ പുറപ്പാട് ദിവസം 30-ാം അധ്യായമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം. പുറപ്പാട് ദിവസം 30-ാം അധ്യായമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിന് 34-35 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അവിടെ കുറേ കാര്യങ്ങളെ കണ്ടു. അതായത് സുഗന്ധവർഗ്ഗങ്ങളെ, നറുംപശ, ഗുൽഗുലു, ഹൽബാനപ്പശ എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളെ കണ്ടല്ലോ. ആ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ഒരു പുതിയ നിയമ ഭക്തൻ അവൻ്റെ ജീവിതം തന്നെ ആരാധനയായിട്ട് മാറണം. നമ്മൾ വിശുദ്ധന്മാർ ഒരുമിച്ച് വിശുദ്ധ സഭായോഗത്തിന് ഒത്തുകൂടാറുണ്ടല്ലോ. ആ ഒത്തുകൂടുന്ന സ്ഥലത്തും സമയത്തും നമ്മൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കും. അത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഇടമാണത്, ഒരുമിച്ച് ആരാധിക്കുന്നത്. എന്നാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാം, കഴിഞ്ഞുപോയ 6 ദിവസം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം ഒരു സുഗന്ധധൂപമായി കത്തി അമരണം. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഡാൻസ് കളിക്കാനാണ് എളുപ്പമാണ്. ഇത് എളുപ്പമുള്ള കാര്യമല്ല. ഈ 6 ദിവസവും നമ്മുടെ ജീവിതം ധൂപപീഠത്തിൽ ആ തീക്കനലിൽ കത്തി അമരണം. അതിൽ നിന്ന് സുഗന്ധധൂപം ഇങ്ങനെ പൊങ്ങണം. അതിന് ദൂതൻ്റെ ഒന്നും സഹായം വേണ്ട. പഴയ നിയമത്തിലായിരുന്നു ദൂതൻ്റെ സഹായമൊക്കെ. ഒരു പുതിയ നിയമ ഭക്തൻ പറയുന്ന സ്തോത്രവും അല്ലേലിയേയും ദൈവസന്നിധിയിൽ എത്തിക്കാൻ ഒരു ദൂതനും വേണ്ട, അതങ്ങ് നേരെ പൊക്കോളും. നമ്മുടെ ജീവിതം ഈ പറഞ്ഞ നിലയിൽ സുഗന്ധമായി മാറുന്നത് അത് ദൈവസന്നിധിയിലേക്ക് അങ്ങ് എത്തിക്കോളും. ദൂതനൊന്നും സഹായിക്കേണ്ട ആ കാര്യത്തിൽ. അത്ര വലിയ മാറ്റമാണ് പുതിയ നിയമ ആരാധനയിലേക്ക് വരുമ്പോൾ വരുന്നത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്? ജീവിതം സുഗന്ധമായി തീരണം. അപ്പോൾ അങ്ങനെ സുഗന്ധമായി തീരുന്നത് എങ്ങനെയാണ്? ധൂപപീഠത്തിലേക്ക് നമ്മൾ പറഞ്ഞ ഈ 5 കൂട്ടം കാര്യങ്ങൾ നേർമയായി പൊടിച്ച് കൊണ്ടുപോയി അതിലേക്ക് നിരത്തിന്ന് കൂട്ടിക്കോ. സുഗന്ധം പൊങ്ങുമോ? സുഗന്ധം വരണമെങ്കിൽ എന്ത് ചെയ്യണം? യാഗപീഠത്തിൽ നിന്ന് തീക്കനൽ കൊണ്ടുവരണം. യാഗപീഠത്തിൽ നിന്ന് തീക്കനൽ കൊണ്ടുവന്ന് ആദ്യം നിരത്തണം. എങ്കിലേ ഈ സുഗന്ധവർഗ്ഗങ്ങൾ തീയുമായി സ്പർശിക്കുമ്പോഴാണ് സുഗന്ധം പൊങ്ങാൻ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാത്സല്യ സഹോദരൻ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഉദ്ദേശിക്കുന്ന തീ എന്താണെന്ന്. അപ്പം ഞാൻ മനസ്സിലാക്കി, അദ്ദേഹം ആ ചോദ്യം ചോദിച്ചെങ്കിൽ അത് അനേകരുടെ ഉള്ളിലുള്ള ചോദ്യമാണല്ലോ. ഈ പറഞ്ഞത് എങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയും? അത് പറയുമ്പോഴാണ് പത്രോസ്ലീഹ പറഞ്ഞ കാര്യം പറയുന്നത്. അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് ആശ്ചര്യപ്പെട്ടു പോകരുത്, അതിശയിച്ചു പോകരുതെന്ന്.
ഇന്നലെയും ഞാൻ ആ കാര്യം സൂചിപ്പിച്ചു വൈകിട്ടത്തെ മീറ്റിങ്ങിലും. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുവദിക്കും. അതുകൊണ്ടാണ് മുന്നമേ നമ്മുടെ കർത്താവ് പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ എല്ലാവരും പറഞ്ഞത് നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കും. കാരണം എന്താ? ജീവിതം സുഗന്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയിൽ നിന്നാകട്ടെ, ഭർത്താവിൽ നിന്നാകട്ടെ, മക്കളിൽ നിന്നാകട്ടെ, ബന്ധുജനങ്ങളിൽ നിന്നാകട്ടെ, ഓഫീസിൽ നിന്നാകട്ടെ, നമ്മുടെ ലോക്കൽ ചർച്ചിൽ നിന്നാകട്ടെ, ഉപദേശിയിൽ നിന്നാകട്ടെ, അല്ല നേരെ തിരിച്ചുകൊണ്ട് കേട്ടോ, ഉപദേശിക്ക് വിശ്വാസിയിൽ നിന്നാകട്ടെ തീയുടെ അനുഭവങ്ങൾ ലഭിക്കും. ഈ പറയപ്പെടുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെയാണ് സുഗന്ധമായി മാറുകയാണോ? അതാണ് വലിയ ചോദ്യം. നമ്മൾ ഈ കാര്യങ്ങളെ ജഡത്തിലാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, വരുന്ന വിഷയങ്ങളെയെല്ലാം ജഡത്തിൽ ഫേസ് ചെയ്യുകയാണെങ്കിൽ, ആ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ടയറ് കത്തിയ മണം പോലെ ഇരിക്കും. ടയറ് കത്തിയ മണം അത് സുഗന്ധമാണോ ദുർഗന്ധമായിരിക്കുമോ ഫീൽ ചെയ്യുന്നത്? അത് ദുർഗന്ധമായിരിക്കും. അനേകരുടെ അടുക്കിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ ഈ ദുർഗന്ധം നമുക്ക് മനസ്സിലാവും. ദുർഗന്ധം കാരണം എന്നാ? ജഡത്തിലാണ് ജീവിക്കുന്നത്. സുഗന്ധമല്ല പരക്കുന്നത്. അവരുടെ വിചാരം ഭയങ്കര കാര്യങ്ങളാണ്, എല്ലാം ഓക്കെ ആണെന്നാ. പക്ഷെ അവരറിയുന്നില്ല, തിരിച്ചറിയുന്നില്ല. പ്രമാണപ്രകാരമല്ലെന്നേ ആരാധനയൊക്കെ. പ്രമാണപ്രകാരമുള്ള ആരാധനയിലേക്ക് വരുമ്പോൾ ആദ്യം നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ജീവിതം ബലിപീഠത്തിലായിരിക്കണം. ആ ബലിപീഠത്തിൽ ആദ്യപടി നമ്മെ സമർപ്പിക്കണം. ആരാധനക്കാരൻ, എൻ്റെ ദൈവമേ, ഇത് വിഷയം ഗൗരവമാ. സൗരങ്ങളെ, ആരാധനയോടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ ഈ സമാഗമന കൂടാരത്തിന് മുൻപിലുള്ള യാഗപീഠം എന്താ കാണിക്കുന്നത്? സമർപ്പണത്തെയാണ് കാണിക്കുന്നത്. ഒരു സമർപ്പിതന് മാത്രമേ അകത്ത് പോയി വിശുദ്ധ സ്ഥലത്തുള്ള ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കാൻ കഴിയുന്നത്. അതായത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ കാണും? സമർപ്പിതനായ ഒരുവനാണ് ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. അവൻ്റെ സമർപ്പണാനുഭവത്തിൻ്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. തൻ്റെ ശരീരത്തെ, തൻ്റെ ദേഹിയെ, തൻ്റെ ആത്മാവിനെ എല്ലാം ബലിപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ഒരു ഡിക്ലറേഷനും കൂടെയുണ്ട്, അടിയിലൊരു സൈനും കൂടെ ചെയ്യും. അതിനാണ് നമ്മൾ പറയുന്നത് തീറാധാരത്തിൽ ഒപ്പിട്ടുന്ന്. എന്താ അവൻ പറയുന്നത്? ഇനി ഞാൻ എനിക്കായി ജീവിക്കുന്നില്ല, ഞാൻ എനിക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് മാത്രം ജീവിക്കും. അങ്ങനെ ചിന്തിക്കുകയും സമർപ്പിക്കുകയും ചെയ്തവരുടെ ജീവിതമാണ് സുഗന്ധ ധൂപമായി അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നത്. അവർ ലോകത്തിൻ്റെ ഏത് രാജ്യത്താണെങ്കിലും, ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അവർക്ക് ഈ ഒരു ചിന്തയേ ഉള്ളൂ: എന്നെ രക്ഷിച്ച് എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കണം, എൻ്റെ ജീവിതം അവൻ്റെ സന്നിധിയിൽ സുഗന്ധ ധൂപമായി മാറണം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ സന്തോഷിക്കും, എല്ലാ കാര്യങ്ങളിലും ഞാൻ പ്രശംസിക്കുകയുള്ളൂ. ക്രൂശിലല്ലാതൊരു പ്രശംസയില്ല. ക്രൂശ് എൻ്റെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്താ? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ക്രൂശ് സമ്മാനിക്കുന്ന കാര്യം എന്താ? എൻ്റെ ജീവിതത്തിൽ അതിലെ തീയുടെ അനുഭവങ്ങൾ എന്നെ സുഗന്ധമായി മാറുവാനായിട്ട് സഹായിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്ന അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കണമെന്ന്. ക്രൂശ് എടുക്കാത്തവൻ ആത്മാവിൽ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ തലകുത്തി നിന്ന് ചിരിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കാൻ മനസ്സില്ലാത്ത ഒരുവൻ എവിടെ നിന്നാ തീക്കനൽ കൊണ്ടുവരുന്നത്? അവൻ ആത്മാവിൽ ആരാധിക്കുന്നു, ഭയങ്കരമായിട്ട് മണിക്കൂറുകൾ അന്യഭാഷ പറയുന്നു. പക്ഷേ അവൻ്റെ ചുമലിലേക്ക് നോക്കുമ്പോൾ ക്രൂശില്ല. അവൻ്റെ ചുമലിലേക്ക് നോക്കുമ്പോൾ എന്ത് കാണുന്നില്ല? ക്രൂശില്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവൻ്റെ ചുമലിലേക്ക് നോക്കുമ്പോൾ യാഗപീഠം അവൻ ചുമക്കുന്നില്ല. യാഗപീഠം അവൻ ചുമക്കുന്നില്ല. യാഗപീഠത്തോടനുബന്ധിച്ച് കാണുന്ന ആ തീക്കലശം, ഫയർ പാൻ, അതവൻ്റെ കയ്യിലില്ല. തീയുടെ യാതൊരു കാര്യവും കാണുന്നില്ല. അവൻ സുഖിമാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. ദൈവത്തെ പറ്റിച്ച്, നാട്ടുകാരെ പറ്റിച്ച്, വേറെ ആത്മാവിനാൽ പ്രാപിച്ച അഭിഷേകത്തിൽ കുറെ അന്യഭാഷയും പറഞ്ഞ് സകലരെയും വഞ്ചിച്ച് വഞ്ചകനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാട്ടുകാർ നോക്കുമ്പോൾ പാസ്റ്ററാണ്, മണിക്കൂറുകൾ അന്യഭാഷ പറയുന്നു. അതുകൊണ്ട് എന്ത് കാര്യം? അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നേ. വളരെ വിശദമായിട്ടാണ് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. യാഗപീഠത്തിൽ നിന്നല്ലാതെ തീക്കനൽ ധൂപപീഠത്തിൽ കൊണ്ടുവരുവാൻ കഴിയില്ല. അതിൻ്റെ പുതിയ നിയമ ഭാഷകളാണ് പറഞ്ഞത്. ചുമലിൽ ക്രൂശ് വേണം, അല്ലെങ്കിൽ അവൻ്റെ ചുമലിൽ, കെഹാത്യരുടെ ചുമലിൽ ഇരിക്കേണ്ട യാഗപീഠം. ഈ പറയപ്പെട്ട പുതിയ നിയമത്തിൻ്റെ കെഹാത്യൻ നാം ഓരോരുത്തരുമാണ്. നമ്മുടെ ചുമലിൽ അത് വേണം. ഇതൊക്കെയായി ബന്ധപ്പെടുത്തിയാണോ ഈ ആളുകൾ ദാവീദിൻ്റെ നൃത്തവും മറ്റേ ഡൽഹിയിലെ അച്ചായിയുടെ നൃത്തവും ഒക്കെ പറഞ്ഞു വരുന്നത്? ആണോ സഹോദരങ്ങളെ? ഇതൊക്കെ അറിഞ്ഞിട്ടാണ് അവർ ഈ കമൻ്റൊക്കെ പറയുന്നത്. പുതിയ നിയമത്തിൻ്റെ ആരാധന എത്ര ശ്രേഷ്ഠമെന്നറിയാമോ? പുതിയ നിയമത്തിൻ്റെ ആരാധന അത്ര ശ്രേഷ്ഠമാണ്. ആ ആരാധനയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം.
പഴയ നിയമത്തിലെ ആരാധനയിൽ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ധൂപം അർപ്പിക്കാൻ പോകുമ്പോൾ ഭയപ്പാടോടുകൂടി വിറച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ടാണ് ആ ശുശ്രൂഷ പൂർത്തീകരിച്ച് മടങ്ങി വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഒരുമിച്ചുകൂടി നാം ആത്മാവിൽ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ പ്രമാണപ്രകാരമാണോ എല്ലാ കാര്യങ്ങളെന്ന് നാം ആരാഞ്ഞു നോക്കണ്ടേ? ആരുടെ സന്നിധിയിലാണ് ഇരിക്കുന്നത്? വെറും കയ്യാലെ വരാൻ പാടില്ല. അർപ്പണത്തിനാണ് നാം വരുന്നത്. ആ അർപ്പണത്തിന് വരുമ്പോൾ അവിടെ കാളകളെ അർപ്പിക്കേണ്ടതുണ്ട്. അധരബലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് ആയിരക്കണക്കിന് കാളകളെ അർപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ഹോശേയുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നാം ഇന്ന് അർപ്പിക്കുന്ന ഓരോ സ്തോത്രയാഗവും പഴയ നിയമത്തിൽ കാളകളെ അർപ്പിക്കുന്നതിന് തുല്യമെന്ന നിലയിലുള്ള വാക്യം ഹോശേയയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. മുന്നമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണത്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഭയത്തോടും ഭക്തിയോടും കൂടിയാണ് ആരാധനയ്ക്ക് കടന്നു വരേണ്ടത്. അവിടെ ഉന്തും തള്ളുമൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല കേട്ടോ. ഉന്തുകയും തള്ളുകയും ഒക്കെ ചെയ്തിട്ട് ഒന്നും പറ്റിയില്ലല്ലോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതിനുള്ള വാക്യം വായിച്ചങ്ങ് നിർത്തിയേക്കാം. സഭാപ്രസംഗി 8-ാം അധ്യായം, എക്ലീസിയാസ്റ്റിക്സ് ചാപ്റ്റർ 8 വേഴ്സ് 11. സഭാപ്രസംഗി 8:11 വാക്യം. അവിടെ നമ്മൾ കാണുന്നത്, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു, അഥവാ ദോഷത്തിൽ മുതിർന്നു വരുന്നു. അവർ ഉന്തും തള്ളും പല പരിപാടികളും ചെയ്യുന്നു, അവർ ഡാൻസ് കളിക്കുന്നു, അവർ പല കോമാളിത്തരങ്ങളും കാണിക്കുന്നു. എന്നിട്ട് ഒന്നും പറ്റിയില്ലല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ ആശ്വാസവചനങ്ങളും കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ഇതേ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം, ചാപ്റ്റർ 12 വേഴ്സ് 13 and 14. അവിടെ എങ്ങനെയാണ് കാണുന്നത്? എല്ലാറ്റിൻ്റെയും സാരം കേൾക്ക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായ വിസ്താരത്തിലേക്ക് വരുത്തും. എങ്ങനെയാ? ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായ വിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ന്യായവിധിയുമായി ബന്ധപ്പെട്ട വാക്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇന്ന് ദൈവഭയമില്ലാതെ വിശുദ്ധന്മാരെന്ന് പറയുന്നവർ ഓരോരോ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് വേറെ ചില പുള്ളികൾ വീഡിയോ പിടിച്ച് പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുപോയി ഇടുകയാണ്. ഉന്തും തള്ളുമൊക്കെ. ആത്മീയ വർധന ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യം കാണിച്ചിട്ട് അതിൻ്റെ വിശദീകരണം പറയുകയാണെങ്കിൽ കൊള്ളാം. അതല്ലാതെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മുറിച്ചു കൊണ്ടുപോയി ഇട്ട് ഉന്തും തള്ളും ഒക്കെ നാട്ടുകാരെ കാണിച്ചിട്ട് എന്താ പ്രയോജനം? വല്ല പ്രയോജനമുണ്ടോ? അവിടെ വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല. അല്ലെങ്കിൽ കാര്യങ്ങൾ വിശദമാക്കണം. ഈ വീഡിയോകളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ആളുകളെ അതൊക്കെ വിശദമാക്കാനും കൂടെ ഉത്സാഹിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. മനസ്സിലായല്ലോ? ഈ വായിച്ച വാക്യങ്ങളൊക്കെ നമ്മെ എന്താ ഓർമ്മിപ്പിക്കുന്നത്? ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യൻ ഓരോരോ കാര്യത്തിൽ മുതിർന്നു വരും. സാരമില്ലെന്നേ, ദൈവം അങ്ങനെയൊന്നും നമ്മളെ ഒന്നും ചെയ്യില്ല എന്ന ഒരു സങ്കല്പത്തിലേക്ക് ആളുകൾ പോവുകയാണ്. നോക്കണം, പഴയ നിയമത്തിൻ്റെ ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു, നാദാബും അബീഹുവും അവർ അന്യാഗ്നിയുമായി ദൈവസന്നിധി കടന്നു വന്ന് കാര്യങ്ങളെ അവതരിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ ഈ തലമുറയിലെ അനേക യൗവനക്കാർ ന്യൂജൻ പെന്തിക്കോസ്ത് ഗ്രൂപ്പുകളിലൊക്കെ പോയി അവിടുത്തെ റോക്ക് ആൻഡ് റോളും അവിടുത്തെ ഡിസ്കോയും ഡാൻസും പരിപാടികളൊക്കെ അവലംബിച്ചുകൊണ്ട് അവർ പറയുന്നു ഭയങ്കര പവറായിരുന്നു, ഹെവി പവറായിരുന്നു, ഭയങ്കര അന്യഭാഷ പറയുന്നു, ഭയങ്കര അവിടെ ദൂതുകൾ വെളിപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എവിടെ യാഗപീഠം? നീ പറയുന്ന ആ സ്ഥലത്ത് യാഗപീഠം ഉണ്ടായിരുന്നോ? അവിടെ ആരെങ്കിലും ക്രൂശിനെ ധ്യാനിച്ചോ? ധ്യാനത്തെങ്കിൽ തീ കത്തിയോ? അപ്പോഴാണോ നാവെടുത്ത് സംസാരിച്ചത്? പുതുനിയമ ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പുതുനിയമ ആരാധന പരപ്രേരണയാലല്ല സഹോദരങ്ങളെ. നമ്മൾ ഇന്ന് കാണുന്ന ഈ ചർച്ചസിലൊക്കെയുള്ള വർഷിപ്പ് ലീഡേഴ്സ് എന്ന് പറയുന്നത് അതൊക്കെ റോങ് കൺസെപ്റ്റാണ്. വർഷിപ്പ് ലീഡർ എന്ന് പറയുന്ന ആൾക്കാർ വന്ന് നിന്ന് എന്താ കാട്ടിക്കൂട്ടുന്നത്? അവരാളുകളെ ഉത്തേജിപ്പിക്കുകയാണ്. അതൊക്കെ തെറ്റായ ആരാധനാ രീതികളാണ്. പുതുനിയമ ആരാധനയിൽ അവിടെ നിയോഗിക്കപ്പെട്ട 5 വിധ ശുശ്രൂഷകരിൽ ഒരുവൻ അവിടെ നിൽക്കാം. അവിടെ നിന്നുകൊണ്ട് ജനത്തോട് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞിട്ട് ആത്മാവിലുള്ള ആരാധനയ്ക്കുള്ള ആഹ്വാനം കൊടുക്കാം. അവർ ധ്യാനിക്കട്ടെ, കാത്തിരിക്കട്ടെ. അല്ലെങ്കിൽ അവർ സ്തോത്രഗീതങ്ങളൊക്കെ പാടി ആത്മാവിൽ നിറഞ്ഞ് അതിൻ്റെ പുറകിലുമൊക്കെ ആളുകൾ ആത്മാവിൽ ആരാധിക്കുന്നുണ്ട്. അവിടെയൊന്നും ഉത്തേജിപ്പിക്കണ്ട. അതൊന്നും പറഞ്ഞൊന്നും ആരെയും പൊക്കണ്ട. അതായത് ഈ ആൾക്കാർ പറയുമല്ലോ ജാക്കി വെച്ച് പൊക്കിക്കൊണ്ടുപോകാന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ വന്നിരിക്കുന്നവർ ഓരോരുത്തരും ആരാ?
ഇപ്പോൾ ഒരു ഫെലോഷിപ്പിൽ 50 പേരുണ്ടെന്ന് വിചാരിച്ചോ. ഈ 50 പേരും പുതിയ നിയമത്തിൻ്റെ രാജാക്കന്മാരാണ്. ഈ 50 പേരും പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരാണ്. ഈ പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാർ അവിടെ കടന്നു വന്നിരിക്കുന്നത് എന്തിനാ? അവർ യാഗാർപ്പണത്തിനും ധൂപാർപ്പണത്തിനും അല്ലേ വന്നത്? അതേ കാറ്റ് കൊള്ളാൻ വന്നതാണോ? അവർ ദൈവസന്നിധിയിൽ ചില അർപ്പണങ്ങളുമായിട്ടല്ലേ വന്നത്? വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ വെറും കയ്യാലെ അല്ലല്ലോ അവർ വരുന്നത്. വെറും കയ്യാലെ യഹോവയുടെ സന്നിധി വരുന്ന നിന്നെ എങ്ങനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കും? 2 കൈയും വീശിയാണോ വരുന്നത്? അവൻ തികഞ്ഞ സമർപ്പണത്തോടെയല്ലേ വരുന്നത്? യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും ഞാൻ ഇന്ന്. പുൽപ്പുറങ്ങളിൽ മേഞ്ഞിട്ടാണ് അവൻ വരുന്നത്. പുൽപ്പുറങ്ങളിൽ മേഞ്ഞിട്ടാണ് വരുന്നത്. ചുമ്മാ ഉണങ്ങി ചുക്കി ചുളിഞ്ഞ അങ്ങനത്തെ കാളകളുമായിട്ടോ അങ്ങനത്തെ ആടുകളുമായിട്ടോ അല്ല വരുന്നത്. അവൻ അർപ്പിക്കുന്ന ഓരോ സ്തോത്രയാഗവും അതിന് കനം കൂടുതലാണ്, തൂക്കം കൂടുതലാണ്. ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങൾക്കും. അങ്ങനെ ബോധ്യത്തിൽ കടന്നു വരുന്ന ഒരുവനോടോ ഒരുവളോടോ ഈ പറയപ്പെട്ട ഒരുത്തനുണ്ടല്ലോ, കോഡലെസ് മൈക്കും പിടിച്ച് നിൽക്കുന്ന ആ വിരുദ്ധൻ എന്തിനാന്ന് പറഞ്ഞു കൊടുക്കുന്നത്? അവൻ രക്ഷിക്കപ്പെട്ടവനാണെന്നും സ്നാനപ്പെട്ടവനാണെന്നും അവൻ ഇന്ന് പുതിയ നിയമത്തിൻ്റെ രാജാവാണെന്നും അവൻ ഏതോ കാട്ടിലും മേട്ടിലും ആടിനെ മേയിച്ച് നടന്നതാ, ആർക്കും വേണ്ടാതെ പുറംപുറമ്പിൽ തള്ളപ്പെട്ട് കിടന്നതാ. ഇന്ന് അവൻ എവിടെയാണ് വന്നിരിക്കുന്നത്? അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുകയാണ്, കൃപാസനത്തോട് അടുത്തു വരികയാണ്. അവനോട് വേറൊരാൾ പറഞ്ഞു കൊടുക്കണോ ഇനി? അയ്യോ, ആത്മാവിലുള്ള ആരാധനയ്ക്കാണ് വന്നതെന്ന്. നമ്മളതിന് മുൻകാലത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രഭാതയാഗത്തിൻ്റെ സമയത്തും സന്ധ്യായാഗത്തിൻ്റെ സമയത്തും ഇസ്രായേലിലെ പുരോഹിതൻ ദൈവസന്നിധി കടന്നു വരുമ്പോൾ അവിടെ നിൽക്കുന്ന മറ്റൊരു പുരോഹിതൻ പുള്ളിയുടെ ചെവി പറയുക, അത് എന്തിനാ വന്നതെന്ന് മറന്നുപോയോ, യാഗർപ്പിക്കാൻ വന്നാ കേട്ടോ എന്ന് ചെവി പറയുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും സഹോദരങ്ങളെ? അങ്ങനെ പറയേണ്ട സാഹചര്യം വരുമോ? ആ വരുന്ന പുരോഹിതന്മാർക്ക് എല്ലാവർക്കും ബോധ്യമില്ലേ തങ്ങൾ എന്തിനാ വന്നിരിക്കുന്നതെന്ന്? ആ ബോധ്യമില്ലാത്തവൻ രാജിവെച്ച് കത്തോലിക്കയിലേക്കോ ഓർത്തഡോക്സിലേക്കോ പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ താണിരുന്ന് പഠിക്കണം, വചനം പഠിക്കണം, മാനസാന്തരാനുഭവങ്ങളിലേക്ക് വരണം, പ്രമാണപ്രകാരം ദൈവത്തെ ആരാധിക്കണം, ക്രമത്തിൽ ആരാധിക്കണം. പരപ്രേരണയാലല്ല ആരാധന. ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവജനത്തിനും ദൈവദാസന്മാർക്കും ഇങ്ങനെ ആളുകളെ ഉത്തേജിപ്പിക്കാനും ഇളക്കി മറിക്കാനും ഈ കട്ടിട്ടിലെ ദോശ ഇങ്ങനെ മറിച്ചിടുന്നത് പിന്നെ ഒന്നോടെ തിരിച്ചിടും, അങ്ങനെ ഇടുന്നു തോന്നുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുന്ന പോലെയൊന്നും ഇടേണ്ട കാര്യമില്ലെന്നേ. ഇവർ ധ്യാനത്തിങ്കിൽ വരികയാണ്. ഇവർ വെമ്പിയാ വരുന്നത്, നാവെടുത്ത് സംസാരിക്കാൻ പാകത്തിന് വെമ്പിയാ വന്നിരിക്കുന്നത്. 10 മണിക്ക് വന്ന് പാട്ടൊക്കെ പാടി പൂർത്തീകരിക്കാൻ അവർ ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല. അവർ ആത്മാവിൽ ജ്വലിച്ചു നിന്ന് ആത്മാവിൽ ആരാധിക്കും. അന്നേരം ഒരുത്തം വന്ന് കോലിട്ടിളക്കാൻ വരണോ? നീ രാജിവെച്ച് പോ മോനെ. നിനക്ക് ഇങ്ങനെ ഒരു തസ്തിക പുതിയ നിയമത്തിൽ ഇല്ല. അതിന് പകരം ഉപദേശി എന്താ ചെയ്യേണ്ടത്? ഉപദേശി ജനത്തെ പഠിപ്പിക്കണം, രക്ഷ എന്താണെന്ന് ആദ്യം ധരിപ്പിക്കണം, രക്ഷയുടെ ഡപ്തിലേക്ക് കൊണ്ടുവരണം. ആരാധന എന്താണെന്നല്ല പഠിപ്പിക്കേണ്ടത്, രക്ഷ എന്താണെന്ന് പഠിപ്പിക്കണം. ക്രൂശിൻ്റെ ആഴങ്ങൾ കാണിക്കണം, എവിടെ നിന്നാ പൊക്കി എടുത്തുകൊണ്ട് വന്നതെന്ന് പഠിപ്പിക്കണം. എന്നിട്ട് ആരാധനയുടെ പഴയ നിയമ പുതിയ നിയമ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കണം. അപ്പോൾ അവൻ്റെ അകം കത്തും. അല്ലാതെ ഇട്ട് ഇളക്കി മറിക്കുക. ഇന്നലെ വൈകിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം സഹോദരങ്ങൾ കേട്ടല്ലോ. ഹൈന്ദവനായ ഒരു സഹോദരൻ ഒരു പെന്തിക്കോസ് ചർച്ചിൽ വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ഡ്രം എടുത്ത് പാസ്റ്റർ ആ പുള്ളിക്ക് കൊടുത്തു. അയാൾ നല്ലൊരു ചെണ്ടകൊട്ടുകാരനായതുകൊണ്ട് ഇവിടെയും ചെണ്ട കൊട്ടട്ടെ എന്ന് ഓർത്ത് കൊട്ടാൻ കൊടുത്തു. എന്നാ ബോധമുണ്ട് ആ പാസ്റ്റർക്ക് ആരാധനയെക്കുറിച്ച്? ഒരു ബോധമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരുവനല്ലേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാവിലുള്ള ആരാധനയ്ക്ക് കടന്നു വരേണ്ടത് അല്ലേ? ആത്മാവിലുള്ള ആരാധനയുടെ സമയത്ത് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ, ഈ വചനം പഠിച്ചു വരുമ്പോൾ. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് എന്തിനാ? പാട്ട് പാടുന്ന സമയത്ത് ഉപയോഗിക്കാം, താളത്തിന് വേണ്ടി ഉപയോഗിക്കാം. ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത് 2 നദികൾ ഒന്നായി ചേരുന്നതാണ്. അവിടെ ഓർഗനിട്ട് അരപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ കോടാനുകൂടി പാസ്റ്റർമാർ MTH ഡോക്ടറേറ്റും ഉള്ളവർക്കൊന്നും ഇത് അറിയില്ലെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവർക്ക് അറിയോ അറിയാതിരിക്കുമോ? എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ കേൾക്കുക. നിങ്ങൾ ഓർഗനിട്ട് അരപ്പിക്കുകയോ തറപ്പിക്കുകയോ മറിക്കുകയോ പൊളിക്കുകയോ എന്നെ വേണമെങ്കിലും ചെയ്തോ. 1-2 വാക്യം അതിനോടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് ഓർമ്മ വന്നു. സങ്കീർത്തനം അത് വായിച്ചിട്ട് വേഗം നിർത്തിയേക്കാം, ഇപ്പോൾ വിട്ടേക്കാം. 68 സങ്കീർത്തനത്തിൻ്റെ 25 വാക്യം. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇസ്രായേലിൻ്റെ ഉറവിൽ നിന്നുള്ളവരെ, സഭായോഗങ്ങൾ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. ആ വാക്യം എങ്ങനെ തുടങ്ങുന്നത്? സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു. അതായത് പാട്ട് പാടുന്നവർ മുമ്പിൽ നിൽക്കണമെന്ന്, പാട്ട് മുമ്പിൽ നിൽക്കണം, ഓർക്കസ്ട്ര പുറകിൽ നിൽക്കണമെന്ന്. ഇന്ന് ഓരോ ചർച്ചകളിൽ ചെല്ലുമ്പോൾ പാടുന്ന എന്താണെന്ന് പോലും മനുഷ്യർക്ക് കേൾക്കാൻ പറ്റില്ല. പകരം ഡ്രമ്മും ഓർഗനും ഒക്കെ ഇട്ട് അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളയും. സഹോദരങ്ങളെ, പാട്ടിൻ്റെ താളത്തിന് വേണ്ടിയാണ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നത്. പക്ഷെ പാട്ടാണ് ഉയർന്നു നിൽക്കേണ്ടത്. പാട്ടെന്ന് പറഞ്ഞാൽ
തന്നെ വീണ്ടെടുത്തവനെ സ്തുതിക്കാനായിട്ട് ദൈവജനം ദൈവസന്നിധി പാട്ട് പാടുകയല്ലേ? അല്ലേ? നാം ഓരോരുത്തരും ദൈവസന്നിധി കടന്നു വന്ന് പാട്ട് പാടുന്നത് എന്താ? വലുവനായ ദൈവത്തിൻ്റെ അവദാനങ്ങളെ വാഴ്ത്തിപ്പാടുകയാണ്. നമ്മുടെ വീണ്ടെടുപ്പിനെ ഓർത്ത്, യഹോവയുടെ വലങ്കരം നമുക്ക് വേണ്ടി ചലിച്ചതോർത്ത് അവിടെയല്ലേ നമ്മൾ പാട്ട് പാടുന്നത്. സന്തോഷ സൂചകമായി രക്ഷയുടെ പാനപാത്രം നമ്മൾ ഉയർത്തുകയാണ്. അന്നേരം ഓർഗൻ അത്യുച്ചത്തിൽ കിടന്ന് ആഞ്ഞടിക്കണോ? അതിൻ്റെ താളത്തിനൊത്ത് പാട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാം. ഇതാണ് അതിൻ്റെ ക്രമം, ദൈവവചനത്തിൻ്റെ ക്രമമാണ് പറഞ്ഞത്. മറ്റൊരു വാക്യം കൂടി ഉണ്ടായിരുന്നു, ആ വാക്യം വിട്ടുപോയി, അത് ഞാൻ പിന്നാലെ എപ്പോഴെങ്കിലും അറിയിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിച്ചെന്നാണ് വിചാരം. പഴയ നിയമത്തിലെ ആരാധനയിൽ നൃത്തമില്ല, പുതിയ നിയമ ആരാധനയിലും നൃത്തമില്ല. ഇസ്രായേൽ നൃത്തം ചെയ്യുന്ന പ്രാകാരവാതിലിന് വെളിയിലാണ്. അവർക്ക് നിൽക്കാൻ കൊടുത്തിരിക്കുന്ന ഇടത്താണ് അവർ നൃത്തം ചെയ്യുന്നത്. അവരുടെ പാട്ടുകാരും അവരുടെ വാദ്യവൃന്ദക്കാരും എല്ലാം വെളിയിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് അവർ നൃത്തം ചെയ്യുന്നത്. അവർക്ക് അവിടെ നിന്ന് നൃത്തം ചെയ്യാം, അതിനെന്നാ കുഴപ്പം? നമ്മൾ പ്രാകാരത്തിന് വെളിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് നൃത്തം ചെയ്തോ. ഞങ്ങൾ പ്രാകാരത്തിന് വെളിയിൽ നിൽക്കുന്നവരല്ല, ഞങ്ങൾ കൃപാസനത്തിലേക്ക് എത്തുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ നൃത്തത്തിനില്ല. കൃപാസനത്തിന് മുമ്പാകെ നൃത്തം ഇല്ല. ദൈവസാന്നിധ്യം അതിൻ്റെ ആ മഹനീയതയുടെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനുവാദമില്ലെന്നേ. ഇനി ഒരു കാര്യം ഇവിടെ പറയാം. പഴയ നിയമ ആരാധനയിൽ ബാഹ്യപ്രകടനങ്ങളുണ്ട്. അതാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ബാഹ്യപ്രകടനങ്ങളുണ്ട്. പുരോഹിതൻ നെടുമ്പാട് വീഴുന്നു, പിന്നെ കൈമലർത്തുന്നു. അതുപോലെ തന്നെ വെളിയിൽ നിൽക്കുന്ന ജനം പിന്നത്തേതിൽ പാട്ടുപാടുന്ന സമയത്ത് നൃത്തം ചെയ്യും. എന്ന് വെച്ചാൽ കാലുകളെ പറിച്ച് ചവിട്ടും, കൈകളെ ഇങ്ങനെ വീശി 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 ശരീരം ചലിപ്പിച്ച്, അതിനാണ് നൃത്തം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുച്ചിപ്പുടിയും മോഹിനിയാട്ടോ അല്ലെങ്കിൽ ഡിസ്കോ ഡാൻസോ മറ്റേന്തോ ഫയർ ഡാൻസോ അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമല്ല. പകരം ഈ കാര്യങ്ങളാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബാഹ്യപ്രകടനം അശേഷമില്ല. ആരാധന നടക്കുന്ന എൻ്റെ ഉള്ളിലാണ്, എൻ്റെ ആത്മാവിലാണ്. ആത്മാവായ ദൈവം എൻ്റെ ആത്മാവിൽ വസിച്ചുകൊണ്ട് എൻ്റെ ആരാധന സ്വീകരിക്കുന്നു. ഗംഭീരമായ വിഷയങ്ങളാണ്. അതിലേറ്റവും സീരിയസ് ആയി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ സുഗന്ധധൂപമായി കത്തി അമരണം. സദാകാലം 24/7 അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം സുഗന്ധമായി തീരണം. ഒടുക്കം കേൾക്കണം, ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന്. നമ്മുടെ ജീവിതം അങ്ങനെ സമർപ്പിതമായി തീരുമ്പോൾ, കാഹളം ധ്വനിച്ച് നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ, പ്രതിഫലങ്ങളും കിരീടങ്ങളും ഒക്കെയായി കുഞ്ഞാടിൻ്റെ കാന്തി എന്ന നിലയിൽ അല്ലേ തീയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി, ഒരു പിറുപിറുപ്പുമില്ല, പരാതിയില്ല, പരിഭവങ്ങളൊന്നും പറയാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സദാകാലം സ്തുതിയും സ്തോത്രവുമായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കഷ്ടങ്ങളിലും പ്രശംസിച്ചുകൊണ്ട് അങ്ങനെ 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 മുൻപോട്ട് പോയ തൻ്റെ കാന്തയുടെ കരം പിടിക്കാൻ അവൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താമസമിന വേഗം വരും. അതിൻ്റെ കാലച്ചകൾ കേട്ടു തുടങ്ങി. ലോക സംഭവങ്ങൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ പ്രകൃതിയിൽ മാത്രമല്ല രാഷ്ട്രങ്ങളിലും മറ്റുമൊക്കെ അതിൻ്റെ അലയൊലികൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊന്നുകൂടെ സജ്ജരാകാം, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. എത്രത്തോളം സുഗന്ധം ഉയരുന്നുണ്ടെന്നുള്ളത് ഒന്ന് ആരാഞ്ഞു നോക്കിക്കൊണ്ട് ഇന്നേ ദിനം നമുക്ക് പിരിയാം. ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.